എത്രയോ അത്ഭുതങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ പോറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബീവി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മഹദിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണങ്ങിയ മരങ്ങളൊക്കെ പച്ചയായിട്ട് നിൽക്കുക, തീരെ മെലിഞ്ഞൊട്ടിയ ആടുകൾ, അതിനകട്ടിൽ പാല് ചൊരുത്തുക, പാല് നിറയുക, എന്തെല്ലാം അത്ഭുതങ്ങളും. ചെറുപ്പത്തിൽ തന്നെ ഓപ്പറേഷൻ നടക്കുക, ലംറത്തത് കാണുക. ആ റസൂലുള്ളാഹി ഖദീജ ബീവിയുടെ കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ മൈസറത്ത് കൂടെയുണ്ട്, നിഴൽ വിരിച്ചുകൊണ്ട് മേഘം കൂടെ അനുഗമിക്കുക. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ ഊതുമ്പോഴേക്ക് രോഗം സുഖപ്പെടുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മനീര് പുരട്ടി കണ്ടുപോക്കുമ്പോഴേക്ക് കണ്ണു രോഗം സുഖപ്പെടുക. ഇതെല്ലാം ഹദീസുകളില്ലേ, ചരിത്രങ്ങളില്ലേ? താരിഖുൽ ഉമ്മമി വൽ മുലൂക്ക്, അൽ ബിദായത്തു വൻ നിഹായ, ഖസായിസുൽ കുബറ, അങ്ങനെ തുടങ്ങിയ മവാഹിബുൽ ലദ്നിയ, നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും നിരവധി അമാനുഷികമായ റസൂലുള്ളാഹി കാണിച്ച സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ വിരലിന്റെ ഉള്ളിലൂടെ വെള്ളം ഒലിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം എത്രയോ സംഭവങ്ങൾ. ഇതൊക്കെ ഉണ്ട് എന്നിരിക്കെ സാധാരണ പോലെ ജനിച്ചു, സാധാരണ പോലെ വളർന്നു, അവധി എത്തിയപ്പോൾ സാധാരണ മനുഷ്യന്മാർ മരിക്കും പോലെ മരിച്ചു എന്ന് പറഞ്ഞാൽ, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രവാചകൻ മുസ്ലിങ്ങളെ പ്രവാചകനല്ല. അങ്ങനെ ഒരു പ്രവാചകനിലാണ്, ഒരു മുഹമ്മദിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലയിലാണ് വിശ്വസിക്കുന്നത്. അവർ പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളാകില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയിൽ കുടുങ്ങിപ്പോയ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? വിമർശനമായി കണക്കാക്കാതെ ഇതൊരു പഠനമാണ്, അല്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു മാർഗമാണ് ഇപ്പോൾ ഇട്ടതെന്ന് മനസ്സിലാക്കി ശരിക്കുമൊന്ന് ആലോചിക്കുക. ഇത് ഒരു വശത്തെ പ്രവാചകൻ. ഇനി മറുഭാഗത്ത് നോക്കിയാലോ, ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രവാചകരുടെ അനുയായികൾ പോലും മരിച്ചുപോയാൽ അവർ മണ്ണടിഞ്ഞ് ചെയ്യുകയില്ലെന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. അതുകൊണ്ടല്ലേ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഇസ്രാ മിറാജിന്റെ യാത്ര നടത്തി. ആ യാത്ര വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, ബൈത്തുൽ മുഖദ്ദസിൽ ഞാൻ ചെന്നു, വട്ടക്കണ്ണിയിൽ മൃഗത്തിനെ കെട്ടിയിട്ടു. ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തേക്ക് നബി തങ്ങൾ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, റഅയ്തു മൂസ യുസല്ലി ഖായിമൻ ഫീ ഖബരിഹി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖബറിനകത്ത് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. സുബ്ഹാനല്ലാഹ്. നോക്ക് നിങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു. അഥവാ പ്രവാചകന്മാർ അവരുടെ ഭൗതികമായ ശരീരം ഒരിക്കലും ജീർണിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നബി തങ്ങളുടെ സ്വഹാബി ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം, യുദ്ധത്തിൽ വെച്ച് അന്നത്തെ സാഹചര്യത്തിൽ ഒരു ഖബറിൽ 2-3 പേരെ മറമാടിയപ്പോൾ 6 മാസക്കാലം കഴിഞ്ഞ ശേഷം നബി തങ്ങളോട് ആ ഖബറിൽ നിന്ന് മാന്തി മറ്റൊരു ഖബറിലേക്ക് മറമാടാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ നബി തങ്ങൾ സമ്മതം കൊടുക്കുന്നു. തന്റെ മകൻ ഉപ്പയുടെ കട മുഴുവനും വീട്ടി നേരെ വാപ്പയുടെ മയ്യത്തെടുത്തുകൊണ്ട് മറമാടുമ്പോൾ കാര്യമായി ഒരു പരിക്കും ആ മയ്യത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നു. എന്തിനേറെ പറയണം, നബി തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. സിദ്ദീഖുൽ അക്ബർ വഫാത്തായി, ഉമറുൽ ഫാറൂഖ് വഫാത്തായി, ഖുലഫാക്കളുടെ 4 പേരുടെ കാലവും കഴിഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം റൗള ഷരീഫ് ഇടിഞ്ഞു തകരാറായപ്പോൾ അത് പുതുക്കി ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട താബിഈങ്ങൾ ശ്രമം നടത്തി. ആ സമയത്ത് ഇങ്ങനെ മണ്ണ് കുഴിക്കുന്ന സമയം ഒരു കാല് പ്രത്യക്ഷപ്പെട്ടു. അന്നുണ്ടായിരുന്ന ആളുകൾ പേടിച്ചു, സുബ്ഹാനല്ലാഹ്, ഇത് പ്രവാചകരുടെ കാലാകുമോ എന്ന്. ആർക്കും അറിഞ്ഞുകൂടാ ആരുടെ കാലാണ് എന്ന്. അവസാനം അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയുണ്ട്, ഉർവ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ വിളിച്ചു വരുത്തി. മഹാനവറുകൾ കാലിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാഹി മാ ഹാദാ ഖദമു റസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാലല്ല. വല്ലാഹി മാ ഹാദാ ഇല്ലാ ഖദമു ഉമറ, ഇത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ കാലാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അനുജന്മാരെ പോലും ശരീരം ജീർണിക്കുകയില്ല എന്ന് ഈ തെളിവിലൂടെയൊക്കെ സമർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ അവർ എഴുതുന്നത് പ്രവാചകന്മാര് മരിച്ചിട്ട് അവരെ മണ്ണിൽ മറമാടാൻ പറ്റുമെങ്കിൽ ചീഞ്ഞു പോവുകയും ചെയ്യാമെന്നാണ്. നമുക്ക് ഇതിന് തെളിവുകളല്ല, യുക്തിയാണ് ന്യായം പറയുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം, തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലല്ല. കേട്ടോളും, ഞാൻ വായിക്കാം. പ്രബോധനം 1987 ജനുവരി. ഇതീ പറയുന്നത്, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ
അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജഡങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണം ഉണ്ട് എന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ല എങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ, അതൊരു ദൃഷ്ടാന്തമാകുമല്ലോ. ഇനി സുഹൃത്തുക്കൾ ആലോചിച്ചോ, അള്ളാഹുവിന്റെ പ്രവാചകരെ ചീപ്പാക്കാൻ ഇതിലേറെ എന്താ പ്രയോഗം വേണ്ടത്? ജൂതന്മാർ പോലും വിശ്വസിക്കുന്നത് പ്രവാചകരുടെ ജഡം ജീർണിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ ജീവിതകാലത്ത് നബിത്തങ്ങളെ പല നിലക്കും ആക്രമിക്കാനും കീഴൊതുക്കാനും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനും ശ്രമം നടത്തി പരാജയപ്പെട്ട ജൂതന്മാർ റസൂലുള്ള വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ആ നബിത്തങ്ങളുടെ ഭൗതിക ശരീരം കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തി തുരങ്കം നിർമ്മിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ ബോഡിക്ക് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയില്ലേ? ചരിത്രത്തിലില്ലേ? എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ? പക്ഷേ അന്ന് ഭരിച്ചിരുന്ന മഹ്മൂദ് ലോസിൻ എന്ന രാജാവിന് റസൂലുള്ള സ്വപ്നം കാണിച്ചത് പ്രകാരം അവരെ പിടികൂടുകയും തുരങ്കം കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം നബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഈ 3 പേരും കിടക്കുന്ന ആ മുറി അല്ലെങ്കിൽ ആ മക്ബറ, ആ ജാറത്തിന് 4 ഭാഗവും ആഴത്തിൽ കുഴിച്ച് വെള്ളം കാണുന്നത് വരെ കുഴിച്ചതിനു ശേഷം ഉരുക്കിയൊഴിച്ച് വലിയ ഭിത്തികൾ സ്ഥാപിച്ചു. ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അള്ളാന്റെ ഹബീബിന്റെ ബോഡി ജീർണിക്കുമെങ്കിൽ കട്ടുകൊണ്ടുപോകാൻ ജൂതന്മാർ ശ്രമം നടത്തില്ല. അവർക്കടക്കം ശരിക്കും വിശ്വാസമുള്ള കാര്യം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പ്രബോധനത്തിൽ പറയുന്നത് ജീർണിക്കുകയില്ല എങ്കിൽ, അഥവാ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചീഞ്ഞു പോവുക. ഈ ചീഞ്ഞു പോവുകയില്ല എങ്കിൽ എന്തിനു കൂട്ടരെ മറമാടുന്നു എന്നാണ്. നഊദു ബില്ലാഹ്. ഇത് പൂർവ്വകാല വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റാഫി ഇമാമിനെ നബി ഇമാമിനെ പോലുള്ള ആളുകൾ, കഴിഞ്ഞ കാലഘട്ടത്തിലെ മഹാന്മാർ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖിനെ പോലുള്ള മഹാന്മാർ, അവർക്ക് നേർക്കുനേരെ മക്ബറയിൽ ചെന്ന് ഫിഹാലത്തിൽ ബുദി റൂഹി കുൻതു ഉർസിലുക തുഖബ്ബിറുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഖദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. നബിയെ, അങ്ങ് കൈ ഇങ്ങോട്ട് നീട്ടിത്തന്നത് ചുംബിച്ചിട്ടല്ലാതെ ഞാൻ തിരിച്ചു പോകൂല. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് പാടിയതാ. റസൂലുള്ളാഹി തങ്ങൾ കൈ നീട്ടിക്കൊടുത്തു, ചുംബിച്ചു, തിരിച്ചുപോയി. എന്ത്? ഹബീബായ നബി തങ്ങൾ മദീനയിലെ മക്ബറയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജമാഅത്തെ ഇസ്ലാമിൽ കുടുങ്ങിപ്പോയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ 5 വഖത്ത് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതാറില്ലേ നമ്മൾ? ഈ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയാറില്ലേ നമ്മൾ? അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ ഓ നബിയെ, അങ്ങേക്കല്ലാഹ് രക്ഷ ഉണ്ടാകട്ടെ എന്നല്ലേ? ഇത് സലാം പറയലല്ലേ? നബി തങ്ങൾ മടക്കേണ്ടതല്ലേ? കേൾക്കേണ്ടതല്ലേ? ഖബറിൽ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ആരോടാണ് നമ്മൾ സലാം പറയുന്നത്? ഇത് ഇന്ത്യയിലെ മുസ്ലിം ലോകത്തിന്റെ വിശ്വാസമാണ്. അതേസമയത്ത് പ്രബോധനത്തിൽ എഴുതുന്നതോ ജീർണിച്ചു പോയി എന്നാണ്. ഞാൻ പറയുന്നു, അപകടം പിടിച്ച വിശ്വാസമാണ്. ഈ വിശ്വാസമാണുള്ളത് എങ്കിൽ ഒറിജിനൽ മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽപ്പെടാൻ കഴിയില്ല സഹോദരന്മാരെ. ഇത് ഞങ്ങൾ പറയേണ്ടതല്ലേ? ഇത് വിമർശനമാണോ അതോ ആരോഗ്യകരമായ വിലയിരുത്തലാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. പ്രവാചകന്മാർ ചീഞ്ഞുമെന്ന് മാത്രമല്ല, ജീവിതകാലത്ത് അവർക്ക് തെറ്റുകളും സംഭവിക്കാം എന്നാണ് പ്രബോധനത്തിന് മറ്റൊരു പതിപ്പിൽ പറയുന്നത്. 1990 ജനുവരി ലക്കത്തിലെ പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രം. ഈ പ്രബോധനത്തിൽ പറയുന്നത്, പ്രവാചകന്മാരെ കുറിച്ച് പറയവേ അവരും മനുഷ്യരാണ് എന്നും മനുഷ്യരെന്ന നിലക്ക് ചില പാകപ്പിഴവുകളൊക്കെ അവരോട് സംഭവിക്കാമെന്നും മർഹൂം മൗലാന മൗദൂദി ഒരിടത്ത് വ്യക്തമാക്കിയതാണ് അതിനാധാരം. ഞാൻ പറയുന്നു, പ്രവാചകന്മാര് തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്ന് പറയും പോലെയാ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കളവ് നടക്കും പോലെയാ. നമ്മൾ വല്ല കളവും നടക്കുമ്പോൾ അതിന് പെറ്റീഷൻ കൊടുക്കാൻ പോകുന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ ഫയൽ തന്നെ കട്ടുകൊണ്ടുപോയാലോ? ആളുകൾ കളവ് പറയാതിരിക്കാനും തെറ്റ് ചെയ്യാതിരിക്കാനും അവർ നന്നാക്കാനും വേണ്ടിയാണ് പ്രവാചകന്മാരേക്ക്. അവർ തന്നെ തെറ്റ് ചെയ്യുന്നവരായാലോ? മൗദൂദിയുടെ ബ്രെയിനിൽ വന്ന പിഴച്ച വിശ്വാസം, അറിയാതെ കുടുങ്ങിപ്പോയത്. പക്ഷെ നമ്മൾ എന്തിനത് പോരണം? ഇത് മാത്രമല്ല, അല്ലാഹു തആല ഖുർആനിൽ നബിത്തങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നത് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മഹത്തായ മാതൃക നിങ്ങൾക്കുണ്ട് എന്ന നബി തങ്ങളെ പിൻപറ്റണമെന്നാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഖുർആൻ പറയുന്നു, ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞോളൂ ധൈര്യമായിട്ട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറയുക. എന്നാൽ മൗദൂദി സാഹിബ് പറയുന്നത് എന്താണെന്നറിയോ? നേരത്തെ ഞാൻ വായിച്ചല്ലോ ജുമുഅ ഖുത്ബ, അതേ പുസ്തകത്തിൽ തന്നെ പറയുന്നത് നബി തങ്ങളെ അങ്ങനെ അങ്ങ് പിൻപറ്റാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ അവസരത്തിൽ തന്നെ ഒരു പ്രവാചകനും ഒരു മനുഷ്യനുമായിരുന്നു. അതേ അവസരത്തിൽ തന്നെ ഒരു അറബിയുമായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിലും പ്രത്യേക സാമൂഹ്യ പരിതസ്ഥിതിയിലുമായിരുന്നു ജീവിച്ചിരുന്നത്. തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ അത് മതപരമാവട്ടെ ഭൗതികമാവട്ടെ, നബി തങ്ങളുടെ ജീവിതത്തിൽ മതപരമാവട്ടെ ഭൗതികമാവട്ടെ, ഈ നിലപാടുകളെല്ലാം ഒരേ അവസരത്തിൽ ഉണ്ടായിരുന്നു. ഈ വ്യത്യസ്ത നിലപാടുകൾ സങ്കരമായി നിലനിന്നിരുന്നതിനാൽ തിരുമേനിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏതംശമാണ് ശറഈയായ തെളിവായി തീരാൻ പര്യാപ്തമായവ, പ്രവാചകത്വ പദവിയുമായി ബന്ധപ്പെട്ടത് എന്നും ഏതംശമാണ് അതിന് പര്യാപ്തമല്ലാത്ത ഇതര നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടത് എന്നും വിവേചിച്ച് മനസ്സിലാക്കുക വളരെ പ്രയാസകരമാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം, അത് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏതാണ് ഇപ്പോൾ ഉൾക്കൊള്ളേണ്ടത്, ഏതാ തള്ളേണ്ടത് എന്നൊക്കെ വിവേചിച്ചറിയുക എന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയാം. ഇതിപ്പോ പ്രവാചകന്മാരുള്ള വിശ്വാസത്തിന്റെ 2-3 സാമ്പിളുകൾ മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ പറ്റി മാത്രമല്ല സ്വഹാബത്തിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ മലയാളം വായിച്ചു. ഇത് നോക്കിക്കോ നിങ്ങൾ. തഫ്ഹീമാത്ത് എന്ന് പറയുന്ന അബുലാല മൗദൂദിയുടെ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിന്റെ 299 പേജിലും പറയുന്നുണ്ട്, और कभी कभी इक्तिदाए बशरियत की बिना पर जब कभी आपसे कोई इज्तिहादी लफ्ज़ हुए थे. നബി മനുഷ്യനാണല്ലോ. ഈ മനുഷ്യൻ എന്ന ആ സിഫത്ത് അതിന്റെ മേലിൽ എടുത്തിട്ട് ചിലപ്പോഴൊക്കെ നബി തങ്ങൾക്ക് ചില പിഴവൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. പച്ചയിൽ തുറന്നടിക്കുക. പിന്നെ എങ്ങനെ ഒരു പ്രവാചകനെ പിൻപറ്റും? പിന്നെ എങ്ങനെ മുസ്ലിം ആവും? ഇതൊക്കെ ഞാൻ അവിടെയും ഇവിടെയും പറഞ്ഞ ഓരോ പോയിന്റ്സുകളാണ്. ഇനി നിരന്തരം പരന്ന വായന നടത്തുമ്പോൾ ഒരുപാട് അപകടം പിടിച്ച വിശ്വാസങ്ങൾ പ്രവാചകരെ പറ്റി മാത്രം കാണാൻ കഴിയുകയാണ്. ഇനി പ്രവാചകന്മാരെ കഴിഞ്ഞാൽ അടുത്തു നോക്കിക്കോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കിറാം. ഈ സ്വഹാബാക്കിറാമിനെ സംബന്ധിച്ചാണെങ്കിലോ ഇതുപോലെ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ഇത്രത്തോളം പറയുന്നവർക്ക് സ്വഹാബത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ സാമ്പിളിൽ ഒന്ന് വായിക്കാം. ഇത് IPH പുറത്തിറക്കുന്ന ഫിഖ്ഹ് സുന്ന, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർക്ക് കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത ശേഷം പറയുന്നത്, ചുരുക്കത്തിൽ ആദ്യത്തെ തക്ബീറിൽ ഒഴികെ മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് പറയാം, പ്രമാണയോഗ്യമായ ഒന്നും നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്വഹാബികളുടെ വാക്കുകളും പ്രവൃത്തികളും ആണെങ്കിൽ അവ മതിയായ തെളിവും അല്ല. നഊദുബില്ലാ. മയ്യിത്ത് നിസ്കാരത്തിന്റെ 2ാമത്തെ തക്ബീറിൽ പ്രമാണയോഗ്യമായി ഒന്നും നബിയിൽ നിന്ന് വന്നിട്ടില്ല. സ്വഹാബത്തിന്റെ വാക്കും പ്രവൃത്തിയുമാണെങ്കിലോ അവ മതിയായ തെളിവും അല്ല. റസൂലുള്ളാഹി തആല പഠിപ്പിക്കുന്നതോ അസ്വഹാബി കന്നുജും ഫബി അയ്യിഹിം ഇഖ്തദൈതും മിഹ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരോട് ആരെ പിൻപറ്റിയാലും സത്യമാർഗം അവലംബിച്ചവരായി. ജമാഅത്ത് ഇസ്ലാമിയുടെ ഫിഖ്ഹ് സുന്ന പറയുന്നത് സ്വഹാബത്ത് ദീനിൽ തെളിവല്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന. പക്ഷേ ഫിഖ്ഹ് സുന്നയിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്നതോ അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നും ദീനിൽ തെളിവാക്കാൻ കൊള്ളില്ല. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നതോ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ഹിദായത്ത് സിദ്ധിച്ചവരാണ്, സന്മാർഗചാരികളാണ്, സച്ചരിതരാണ്, അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്. ആ പൊരുത്തപ്പെട്ട ആളുകളുടെ മാർഗത്തെ ഫോളോ ചെയ്യണമെന്നാണ്, അത് പിൻപറ്റണമെന്നാണ്. അതേസമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഫിഖ്ഹ് സുന്ന പറയുന്നതോ ആ സ്വഹാബത്ത് അവർ ഒരിക്കലും അംഗീകരിക്കാൻ നിർവാഹം ഇല്ല. കാരണം അവരുടെ വാക്കുകളും പ്രവൃത്തികളും മതിയായ തെളിവല്ല.
ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് ഇൻതഹല്ലാഹു ഖുലൂബഹും ലിതഖ്വ എന്നാണ്. തഖ്വയ്ക്ക് വേണ്ടി അല്ലാഹു തആല സെലക്ട് ചെയ്തെടുക്കപ്പെട്ട ഹൃദയത്തിന്റെ അധിപന്മാർ എന്നാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി പറയുന്നതോ അവരങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാന്യ ശ്രോതാക്കളെ ചിന്തിക്കുക. ഇത് വാക്കിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാക്ടിക്കൽ തലത്തിൽ പ്രവൃത്തി പദത്തിലും ഇത് തള്ളി. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിലൊക്കെ തറാവീഹ് നിസ്കരിക്കാറുള്ളത് 20 റക്അത്താണ്. അതേ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ നിസ്കരിക്കുന്നത് തറാവീഹ് 8 റക്അത്താണ്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം അവരുടെ മാതൃക എന്താണ്? മൗദൂദി സാഹിബ് തന്നെ പറയുന്നത് റസായിലോ മസായിൽ ചോദ്യോത്തരമാണ്. അതിൽ ദുവ 2-ാം ജുസ്, അതിന്റെ 223-ാമത്തെ പേജ്, അതിൽ മൗദൂദി സാഹിബ് വ്യക്തമായി തന്നെ പറയുന്നത് हजरत उमर रज़ियल्लाहु अन्हु के जमाने में जब बाकायदा जमात के साथ तरावीह पढ़ने का सिलसिला शुरू हुआ तो बइत्तिफाक़ सहाबा 20 रकातें पढ़ी जाती थे. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ എല്ലാവരെയും കൂടെ ഒരു ഇമാമിന്റെ പിറകിൽ ഒരുമിച്ച് കൂട്ടി തറാവീഹ് നിസ്കാരം വ്യവസ്ഥാപിതമായി എപ്പോൾ ആരംഭിച്ചോ അന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം ബഇത്തിഫാഖെ സ്വഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനപ്രകാരം 20 റക്അത്തെ പഠി ജാതി തേ 20 റക്അത്ത് തന്നെ നിസ്കരിച്ചിരുന്നു എന്നാണ്. ഇത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് എഴുതിയതല്ല, താജുൽ ഉലമ ഉള്ളാത്തങ്ങൾ എഴുതിയതല്ല, പേരോട് ഉസ്താദോ പൊന്മുള ഉസ്താദോ ചെറിയപ്പി ഉസ്താദോ എഴുതിയതല്ല, കോട്ടെ ശംസുൽ മഈഖ എഴുതിയതല്ല, ശിഹാബ് അവതാരിക എഴുതി കൊടുത്തതല്ല. ഇത് സാക്ഷാൽ അബുൽ മൗദൂദി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് അവർ തന്നെ പ്രസിദ്ധീകരിക്കുന്ന റസായിലോ മസായിലാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയിൽ ഉള്ള സുഹൃത്തുക്കളോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്ന ഏതെങ്കിലും ഒക്കെ ആളുകൾ, അല്ലെങ്കിൽ ഈ സുന്നി മുസ്ലിയാക്കന്മാർ അവരെ വെറുതെ കണ്ട് വിമർശിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, മൗദൂദി തന്നെ പറയുന്നു സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട് 20 റക്അത്തിൽ എന്ന്. എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കിട്ടിയിട്ട് പോരാ. ഓർ ഉസീ കി പൈറവി, അതിനെ തന്നെ പിൻപറ്റിയിട്ട് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു കെ സമാനെ മേ ഭി ഹുയി, ആ ഉസ്മാൻ അവരുടെ കാലഘട്ടത്തിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഈ പറഞ്ഞ 20 റക്അത്ത് തന്നെ നിസ്കരിച്ചിരുന്നു. പിന്നെ പറയാ तीनों खुलफा का इस पर इत्तिफाक और फिर सहाबा का उसमें इख्तिलाफ न करना ये साबित करता है. ശേഷം വന്ന 3 ഖലീഫമാരും ശേഷം വന്ന 3 ആളുകളും ഇത് തന്നെ ഈ 20 റക്അത്ത് തന്നെ നിസ്കരിച്ചതിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വരും. എന്താണത്? എന്തൊന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം के उहदा से लोग तरावी की 20 ही रकातों के आदी थे. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ 20 റക്അത്ത് തറാവീഹ് പതിവുണ്ടായിരുന്നു. ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? സ്വഹാബാ കിറാം എല്ലാവരും കൂടെ ഒത്തു സമ്മതിച്ച വിഷയം ഇതാണെങ്കിൽ പിന്നെ 20 റക്അത്ത് ഉണ്ട് എന്നതിന് വേറെ തെളിവ് ആവശ്യമില്ലല്ലോ. പിന്നീട് അയാൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് മാലിക് ഇമാം, ഹനഫി, ഷാഫി ഇമാമും എല്ലാവരും പറയുന്നത്. ഇനി ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, സ്വഹാബാ കിറാം ഉമറുടെ കാലഘട്ടത്തിൽ 20 നിസ്കരിച്ചു എന്നും അത് നിസ്കരിച്ചതിൽ നിന്ന് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ 20 റക്അത്താണ് എന്ന് മനസ്സിലാക്കുമെന്നും വ്യക്തമായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഈ 20 റക്അത്ത് തറാവീഹ് തള്ളി 8 റക്അത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ പറയും ഞങ്ങൾ 20 എതിർക്കുന്നില്ലല്ലോ, വേണ്ട, നിങ്ങളെ പള്ളികൾ നിസ്കരിക്കുന്നത് 8 ആണോ, 20 നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ, 20 നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കാതെ 8 പ്രോത്സാഹനം കൊടുക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമിനെ പ്രവൃത്തി തലത്തിൽ തന്നെ തള്ളിയതിന്റെ ഒരു സാമ്പിളാണ്. ഇനി രണ്ടാമത്, അത് മൗദൂദി സാഹിബിന്റെ കിതാബിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഉദ്ധരിച്ചത്. ഇനി രണ്ടാമത് തള്ളിയതൊന്നും ഞാൻ പറയാം. ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ എവിടെ ഉണ്ടാക്കുമ്പോഴും ഇസ്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്ന സ്വഹാബത്തുണ്ടാക്കിയ അതേ മാതൃകയിൽ അതെവിടെയാണ്? കൊടുങ്ങല്ലൂരും ചാലിയവും ധർമ്മടവും ശ്രീകണ്ഠപുരവും തളങ്കരയും കാസർഗോഡും മംഗലാപുരവും ഈ സ്വഹാബത്ത് വന്നുണ്ടാക്കിയ 10 പള്ളികൾ, ആ പള്ളികളാണ് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളുടെ മാതൃക. അഥവാ അവിടെ ഉള്ള തറാവീഹാണ് ഞങ്ങൾ ഇപ്പോൾ നിസ്കരിക്കുന്നത്. അന്നവർ കൊടുത്ത 2 ബാങ്കാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത്. അന്നവർ ഖുത്ബ അറബിയിൽ ഓതിയതാണ് ഞങ്ങൾ ഓതുന്നത്.
അതേ പള്ളിയിൽ എവിടെയും ലേഡീസ് കമ്പാർട്ട്മെന്റ് കാണുന്നില്ല, ഇപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ അതില്ല. അതുണ്ടാക്കുന്നു ജമാഅത്ത് ഇസ്ലാമി. മാത്രമല്ല അതിനുവേണ്ടി ശബ്ദവും ബഹളവും ഉണ്ടാക്കും. അതിനെ എതിർക്കുന്ന ആളുകളെ കണക്കിന് കശക്കുന്നു. പ്രബോധനത്തിന്റെ പേജുകളും മാധ്യമത്തിന്റെ താളുകളും മൗലൂദിസത്തിന്റെ സ്റ്റേജുകളും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഒ അബ്ദുള്ളയും ഒ അബ്ദുറഹ്മാനും അടക്കമുള്ള നേതാക്കളും എഴുത്തുകാരും എല്ലാവരും നിശിതമായി ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വിമർശിക്കാറാണ് പതിവ്. സ്ത്രീകളെ അടുക്കളയിൽ വെച്ച് പൂട്ടുന്നവരാണ്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പള്ളി വെച്ച് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാത്തവരാണ് ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ള പർദ എന്ന ഗ്രന്ഥം. ഞാൻ പല സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്. മൗദൂദിയുടെ പല പുസ്തകങ്ങളും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് മലയാളത്തിലേക്ക്. ഈ ഗ്രന്ഥം ഒന്ന് നിങ്ങൾ പരിഭാഷപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് 100 കോപ്പിക്കാളെ ഞാൻ ഉണ്ടാക്കിക്കോളാം. കാരണം സ്വാഭാവികമായും ഒരുപാട് ആശയങ്ങൾ മൗദൂദി ഇതിൽ പറയുന്നുണ്ട്. സാമ്പിൾ ഞാൻ ഒന്ന് വായിക്കാം, കേട്ടോളൂ. മസ്ജിദ് മേ ആനെ കി ഇജാസത്ത് ഓർ ഉസ്കെ ഹുദൂദ്. പള്ളിയിൽ വരാനുള്ള സമ്മതവും അതിന്റെ പരിധിയും. ഏ മാലൂം ഹെ, ഇതറിയപ്പെട്ട കാര്യമാണ്. എന്ത് ഇസ്ലാമെ സബ്സെ അഹം ഫർദ് നമാസ് ഹെ, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഫർദ് നിസ്കാരമാണ്. और नमाज में हुजूर मस्जिद और शिरकत जमात को बड़ी अहमियत दी गई है. പള്ളിയിൽ വരലും ജമാഅത്തായിട്ട് നിസ്കരിക്കലും അതിന് വളരെ പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. മഗർ പക്ഷേ നമാസ് ബാജമാഅത്ത് കെ ബാബുമേ, നിസ്കാരം സാമൂഹ്യമായി നിർവഹിക്കുന്ന ഇടത്ത് ജോ ഹക്ക മർദോ കെ ലിയേ ഹൈ, ഏതൊരു വിധിയാണോ പുരുഷന്മാർക്കുള്ളത് ഉൻകെ ബിൽകുൽ ബർ അക്സാക്കം ഔറത്തോ കെ ലിയേ ഹൈ, അതിനെ നേരെ ഓപ്പോസിറ്റ് വിധിയാകുന്നു സ്ത്രീകൾക്കുള്ളത്. ഇത് പറയുന്നത് സുന്നി പണ്ഡിതന്മാരല്ല, വന്യരായ കാന്തപുരം ഉസ്താദല്ല, താജുൽ ഉള്ളാൽ തങ്ങളല്ല, മറ്റേതെങ്കിലും ആളുകളല്ല. പറയുന്നത് അബുല്ലാല മൗദൂദിയ. മർദൂൻ കേലിയെ ഓ നമാസ് അഫ്സൽ ഹി, പുരുഷന്മാർക്ക് ആ നിസ്കാരമാണ് ഏറ്റവും പുണ്യം. ജോ ഏത് നിസ്കാരം മസ്ജിദ് മേ ജമാഅത്ത് കെ സാത്ത് ഹോ, പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ടുള്ള നമസ്കാരം. ഔറത്തോൻ കേലിയെ ഓ നമാസ് അഫ്സൽ ഹി, സ്ത്രീകൾക്ക് ആ നിസ്കാരമാകുന്നു ഏറ്റവും ഉത്തമം. ജോ ഏത് നിസ്കാരം ഗർമേ വീട്ടിൽ ഇംതിഹാഇ ഖൽവത്ത് കി ഹാലത്ത് മേ ഹോ, വീടിന്റെ അങ്ങേയറ്റത്തെ ഉള്ളിൽ വെച്ചുള്ള നിസ്കാരം. ഇത് മൗദൂദി പറയാ. എന്നിട്ട് അതിന് തെളിവ് ഉദ്ധരിക്കുന്നത് അതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്. ഇമാം അഹ്മദ് और तबरानी ने उम्मु हमेदी साइदिया की ये हदीस नकल की है. ഉമ്മു ഹമേദി സായിദിയ എന്ന സ്വഹാബിയത്തായ വനിത, നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ള സ്വഹാബിയത്തായ വനിത, ആ വനിത റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നൊരു ഹദീസ് ഇദ്ദേഹം തെളിവിന് ഉദ്ധരിക്കുക. കാലത്ത് മഹദി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, തങ്ങളോടൊപ്പം നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട്. അഥവാ മദീനയിലെ പള്ളി 1,00,000 10,000 അല്ലെങ്കിൽ 1000 ഇങ്ങനെ കൂലി കൂടുതൽ കിട്ടുന്ന പള്ളി, 1000 റക്അത്തിന്റെ കൂടുതൽ കൂലി കിട്ടുന്ന പള്ളി, ആ പള്ളിയിൽ വെച്ച് തങ്ങളോടൊപ്പം ജമാഅത്തായിട്ട് ഉത്തമ നൂറ്റാണ്ട് നിസ്കരിക്കാനാണ് സമ്മതം ചോദിക്കുന്നത്. കാല നബി തങ്ങളുടെ പ്രതികരണം, ഖദ് അലിംതു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വലാത്തുക്കി ഫി ബൈത്തിക്കി ഖൈറുൽ ലക്കി മിൻ സ്വലാത്തിക്കി ഫി ഹുജറത്തിക്കി വസ്വലാത്തുക്കി ഫി ഹുജറത്തിക്കി ഖൈറുൻ മിൻ സ്വലാത്തിക്കി ഫി ദാരിക്കി വസ്വലാത്തുക്കി ഫി ദാരിക്കി ഖൈറുൻ മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദി ഖൗമിക്കി വസ്വലാത്തുക്കി ഫി മസ്ജിദി ഖൗമിക്കി ഖൈറുൻ മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദിൽ ജുമുഅ. നിനക്ക് പുണ്യമാണോ ആഗ്രഹം, അള്ളാഹുവിനടുക്കുന്നുള്ള കൂലിയാണോ ആഗ്രഹം, എങ്കിൽ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചുള്ള നിസ്കാരമാണ് ഏറ്റവും പുണ്യകരം. സഹോദരങ്ങളെ, ഇത് പറയുന്നത് പുരോഹിതന്മാരല്ലല്ലോ, ഈ കാലഘട്ടത്തിലെ പണ്ഡിതരല്ലല്ലോ, സമസ്തയുടെ നേതാക്കളല്ലല്ലോ, എന്നെപ്പോലെ ഏതെങ്കിലും സാധുക്കളല്ലല്ലോ. ഇത് പറയുന്നത് നബിതങ്ങളാണ്. നബിതങ്ങൾ പറഞ്ഞു എന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന അഹമ്മദും തുബ്രാനിയുമാണ്. ആ ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത് അബുലാല മൗദൂദിയാണ്. മനസ്സിലാക്കണം. അപ്പൊ ബഹുമാനപ്പെട്ട സ്വഹാബിയത്താകുന്ന പെണ്ണ് പള്ളിയിൽ പോകാൻ സമ്മതം ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, കൂലിയും പുണ്യവും ആണോ ആഗ്രഹം, പടച്ച തമ്പുരാന്റെ സന്തോഷമാണോ ആഗ്രഹം, എങ്കിൽ വീട്ടിൽ നിസ്കരിച്ചോ. ഇത് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ഉമ്മു സായിദിയ എന്താണ്, പറ്റില്ല, പള്ളി വാതിലുകൾ സ്ത്രീകൾക്ക് വേണ്ടി തുറക്കപ്പെടണം എന്നല്ല ഉമ്മു ഹമേദി സായിദിയ പറഞ്ഞത്. അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ സമ്മതം തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം തുടരും എന്നല്ല പറയുന്നത്. മഹദി മടങ്ങിപ്പോവാ. ഫമറത്ത് ഫബുനിയലഹ മസ്ജിദൻ ഫീ ഖൈരി ബൈതിഹ, വീടിന്റെ ഉള്ളിൽ സൗകര്യപ്പെടുത്തി മരണം വരെ അവിടെ വെച്ചിട്ട് ഇബാദത്ത് എടുക്കുക. ഇത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു പെണ്ണിന്റെ പ്രവർത്തനം
ആ പ്രവർത്തനത്തെ പറ്റി പോലും പൊതുസായി പറയുന്നത് ആ പെണ്ണിന്റെ പ്രവർത്തനത്തിന്റെ മണ്ഡലം അത് പുറത്തുള്ള സ്റ്റേജ് അല്ല എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം ശരിക്കും വീടിന്റെ അകത്തളം ആണ്. അതുകൊണ്ട് ഞാൻ വായിക്കട്ടെ. ഇസ്ലാമി നുഖ്താ നദർ സെ औरत की സ്വഹീഹ് താലീമോ തർബിയത്തോ ഹെ. ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം ഒരു പെണ്ണിന് കൊടുക്കേണ്ട യഥാർത്ഥ അറിവും പരിചരണവും ഇതാ. ജോ ഉസ്കോ ഏക് ബിഹ്തരീൻ ബീവി, ഒരു നല്ല ഭാര്യ, ബിഹ്തരീൻ മാം, ഒരു നല്ല ഉമ്മ, और ബിഹ്തരീൻ ഗർവാലി, ഒരു നല്ല വീട്ടുകാരി ഇതുണ്ടാക്കാം. ബനായിയെ ഉസ്കാ ദായിറ അമൽ, ഒരു പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം ഗർ ഹെ, വീടാകുന്നു. ഇസ്ലിയെ ഖുസൂസിയത്ത് കെ സാത്ത് ഉൻ ഉലൂം കി താലീം ദീ ജാനി ചാഹിയെ. അതുകൊണ്ട് ആ വിധത്തിലുള്ള വിവരങ്ങളാണ് ഈ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മൗദൂദി സാഹിബ് പറയുക. പക്ഷെ ഞാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാനപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഈ ഒരു സ്ത്രീ ജുമാ ജമാഅത്തിന്റെ പേരിൽ എത്ര നമ്മൾ സ്റ്റേജുകൾ കിട്ടി, എത്ര പേജുകൾ നാം ചിലവഴിച്ചു, അന്യ മതസ്ഥർക്കിടയിൽ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ എത്ര നടത്തി, എത്ര രാത്രികൾ ചിലവഴിച്ചു, എത്ര ഊർജം നാം ചിലവഴിച്ചു ഇല്ലേ? ഇവിടെ ഇസ്രായേലും അതുപോലെ മറ്റ് അമേരിക്കൻ ശക്തികളൊക്കെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ സംസ്കാരം പാടെ നശിപ്പിക്കുമ്പോൾ, കള്ളിലും പെണ്ണിലും അടിമപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാർ നീങ്ങുമ്പോൾ നാം ഒത്തൊരുമിച്ച് അവരെ നല്ല ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ട ഊർജം മണിക്കൂറുകൾ നാം ഇതിനു വേണ്ടി ചിലവഴിച്ചില്ലേ? പത്രത്തിന് താളുകൾ ചിലവഴിച്ചില്ലേ? ഒരു അനാവശ്യമായ തർക്കമായിരുന്നില്ലേ അത്? എത്രത്തോളം ഇതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ ക്രൂശിക്കാനും ജനസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വളരെ ചീപ്പാക്കി ചിത്രീകരിക്കാനും ശ്രമം നടത്തിയിരുന്നില്ലേ? എത്രത്തോളം മാധ്യമം എന്ന പത്രത്തിൽ ലേഖനങ്ങൾ എഴുതുന്നതിന് പുറമെ ഒരു റിപ്പോർട്ട് മർക്കസ് കോംപ്ലക്സിൽ പള്ളി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അവിടെ ഹജ്ജ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിലേക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ, പുരുഷന്മാർ പള്ളിയിൽ കയറുമ്പോൾ സ്ത്രീകൾ എന്തു ചെയ്യും? ആ സ്ത്രീകൾക്ക് തൽക്കാലം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ലോഡ്ജ് എടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത് മനസ്സിലാക്കി അവർക്ക് താമസിക്കാനും സൗകര്യത്തിന് ഒരു റൂം ഏർപ്പെടുത്തിയപ്പോൾ ആ റൂമിനെ സംബന്ധിച്ച് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണിത്. ഈ ന്യൂസിന്റെ ഹെഡിങ്, പത്രത്തിന്റെ ഡേറ്റ് 1997 ഫെബ്രുവരി 9 ഞായർ. ഇത് വിമർശിക്കാൻ വേണ്ടിയല്ല, നിഷ്പക്ഷമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഇറക്കി ഒന്ന് ആലോചിച്ച് ശരിയല്ലേ ഇത് വേണ്ടിയിരുന്നോ എന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു. നഗരത്തിൽ വനിതകൾക്ക് മാത്രമായി പള്ളി. പത്രത്തിന്റെ ഹെഡിങ് വനിതകൾക്ക് മാത്രമായി പള്ളി എന്നാണ്. ഇത് വായിക്കുന്ന സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഓഹോ, പള്ളിയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമോ? അതെവിടെ? കോഴിക്കോട്. നഗരത്തിൽ വനിതകൾക്ക് മാത്രമായി പള്ളി. സ്ത്രീകൾക്ക് പള്ളിപ്രവേശം വിലക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അനുകൂലിക്കുന്ന സുന്നികളാണ് ഇത് ഏർപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്, തീക്കട്ടയിലാണ് ഉറുമ്പരിക്കുന്നത്. കാരണം ഇവിടെ സ്ത്രീകളുടെ പള്ളിപ്രവേശം എതിർക്കുന്നത് കാന്തപുരം വിഭാഗം. ആ വിഭാഗം തന്നെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നഗരത്തിൽ ഒരു പള്ളി ഒരുക്കി. ഇതാണ് ഇപ്പൊ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇനി കേട്ടോളൂ അടുത്ത പാരഗ്രാഫ്. നഗരത്തിൽ മർക്കസ് കോംപ്ലക്സിലെ ജുമുഅത്ത് പള്ളിയോട് ചേർന്നാണ് വനിതകൾക്ക് പ്രത്യേകം നമസ്കാര സൗകര്യം ഏർപ്പെടുത്തിയത്. അപ്പൊ പള്ളി പോയി സൗകര്യമായിട്ട് മാറി. ഇനി നോക്കണം, ജുമുഅ മസ്ജിദിന്റെ വലത്തെ മൂലയിൽ മൂത്രപ്പുരയോട് ചേർന്നാണ് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മിനി ഹാൾ. അപ്പൊ അവിടുന്ന് വിട്ടു, ഇപ്പൊ മൂത്രപ്പുരയിലേക്ക് എത്തി. ഇപ്പൊ പള്ളി പോയി, റൂം പോയി, മിനി ഹാളായിട്ട് മാറി. ഇനി നോക്കണം, പുരുഷന്മാർക്ക് മുന്നിലാണ് ഇവിടെ നമസ്കരിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനം. പോയില്ലേ മാർക്ക്? കാരണം എവിടെ നോക്കിയാലും ഒന്നുകിൽ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ പുരുഷന്മാരെ പുറകിൽ. ഈ ഇമാമിന്റെ മുമ്പിൽ എങ്ങനെയാ കൂട്ടരെ പെണ്ണുങ്ങൾ നിൽക്കുക? അത് ജമാഅത്ത് ശരിയാകുന്ന പരിപാടിയല്ലല്ലോ. അത് ഫസ്റ്റ് ബസ്സിന്റെ മുമ്പുള്ള ബസ് എപ്പോഴാണ് ചോദിച്ചതുപോലെ ഇപ്പോ. കാരണോ ഇമാമിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. സ്ത്രീകൾ ഇവിടെ മുന്നിലാണ് നമസ്കരിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനം. ഇനി കേട്ടോളൂ, സംഘടിത നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആളിന്റെ അഥവാ ഇമാമ് പിറകിൽ നിന്നാണ് നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് എങ്കിൽ ഇവിടെ വനിതകൾ ഇമാമിന്റെ മുന്നിലാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇത് പള്ളിയല്ല. ഇനി നിങ്ങൾ കോഴിക്കോട് പോകുന്ന സമയത്ത് കോംപ്ലക്സിലൊന്ന് പോയി നോക്കുക, എവിടെയാണ് റൂമുള്ളത്? പള്ളിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പള്ളി സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, വേറെ അതിന്റെ പരിസരത്ത് കോംപ്ലക്സുകളാണ്.
അതിന്റെ പുറത്ത് ഹോട്ടലുകളുണ്ട്, അപ്പോളോ ജ്വല്ലറി ഭാഗത്തുണ്ട്, SVS ബുക്ക് സ്റ്റാൾ മറ്റൊരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ കാലിക്കട്ടവർ വേറൊരു ഭാഗത്തുണ്ട്, അതുപോലെ ബുക്ക് ടിപ്പോ വേറെ ഭാഗത്തുണ്ട്, ഊതിന്റെ അത്തരം വേറെ ഭാഗത്തുണ്ട്, ആയുർവേദിക്കിന്റെ കടകളുണ്ട്. അങ്ങനെ ടൗണിൽ എന്തൊക്കെ ബിൽഡിംഗ് ഉണ്ടാകും, എന്തൊക്കെ റൂമുകൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഒരു റൂമിൽ ഇതുപോലെ പള്ളിയിൽ വരുന്ന പുരുഷന്മാരെ കൂടെ വരുന്ന സ്ത്രീകൾക്കും മറ്റും നിൽക്കാൻ ഒരു സൗകര്യം ഏർപ്പെടുത്തി. പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ സമുദായത്തിന്റെ പൊതു താല്പര്യം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ എന്ന പേരിൽ ഇറക്കുന്ന ഒരു പത്രം വിഷമമുണ്ട് എനിക്ക് പറയാൻ. കാരണം മാധ്യമ പത്രമൊക്കെ രംഗത്ത് വരുമ്പോൾ മുസ്ലിങ്ങളുടെ പൊതുവികാരം പങ്കുവെക്കാൻ എന്ന് പറയുന്ന മാത്രമല്ല, സുന്നി മുജാഹിദ് സംവാദങ്ങളും ഇതുപോലെ വാഗ്വാദങ്ങളൊക്കെ നടക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ വന്ന് നമ്മൾ തമ്മിൽ ഇത് പറയണോ? കാശ്മീരും ഗുജറാത്തും അഫ്ഗാനും പലസ്തീനും അതൊക്കെ നേരിടുന്ന സമയത്ത് നമ്മൾ തമ്മിൽ എന്തിനിങ്ങനെ എന്ന് ചോദിക്കുന്ന നല്ല വർത്തമാനം ജമാഅത്ത് ഇസ്ലാമി ആളുകൾ പറയാറുണ്ട്. സുഹൃത്തുക്കളെ, അതൊക്കെ വേണം. അതോടൊപ്പം ഒന്ന് ചിന്തിക്കും, നിങ്ങൾ എന്തിനീ റിപ്പോർട്ട് കൊടുത്തു? ഹെഡിങ്ങും റിപ്പോർട്ടുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നാമത്തെ പാരഗ്രാഫും രണ്ടാമത്തെ പാരഗ്രാഫും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഒലക്കയും പാന്തവും ഒഴിച്ചു നോക്കിയതുപോലെ അല്ലേ മാധ്യമം പത്രം. ഇതെല്ലാം ചെയ്ത് എന്തിന്റെ പേരിലാണ്? സ്ത്രീ ജമാഅത്തിന്റെ പേരിലാണ്. പോരാ, ഇനി മറ്റൊരു റിപ്പോർട്ട് ഞാൻ വായിക്കുന്നു. 1997 മാർച്ചിലെ തിങ്കളാഴ്ചയിലെ പിന്നെ ഒരു പത്രം, മലയാള മനോരമ എന്ന പത്രം. ഈ പത്രത്തിൽ മാർച്ച് 3 തിങ്കൾ യാഥാസ്ഥിതികരെ എതിർക്കാൻ മുന്നോട്ട് വരണം. ഇത് മനോരമയാണ്. ഇതിൽ പറയുന്നത് കോഴിക്കോട് യാഥാസ്ഥിതികരെ എതിർക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തി മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഫാത്തിമ മൂസ ആഹ്വാനം ചെയ്തു. സ്ത്രീകളുടെ പള്ളിപ്രവേശനം സംബന്ധിച്ച് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ജുമാ നമസ്കാരം എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്. സ്ത്രീകൾക്കും ഇത് ബാധകമായതിനാൽ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുന്നത് ശരിയല്ല. അപ്പൊ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വാദമുണ്ട്? ഇത് സുന്നി പണ്ഡിതന്മാരെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അതിന്റെ ആ റിപ്പോർട്ടിന്റെ അവസാനം മുസ്ലിം സ്ത്രീകളുടെ മൗലികാവകാശമായ ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന യാഥാസ്ഥിതിക പക്ഷത്തിന്റെ വാദഗതികളെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത പ്രസ്താവിച്ചു. പൂച്ചക്ക് എന്താ കൂട്ടരെ പൊന്നു തൂക്കുന്നിടത്ത് അജിതക്ക് എന്താ ശരീഅത്ത്? ശരീഅത്ത് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. പക്ഷേ ഈ ശരീഅത്ത് പറയുന്ന പണ്ഡിതന്മാരെ കുതിര കയറാൻ അന്വേഷിയുടെ നേതാവായ അജിതയെ പോലുള്ള ആളുകൾക്ക് ധൈര്യം പകർന്നത്, സ്റ്റേജ് കൊടുത്തത്, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ അച്ചടിച്ചു പത്രത്തിൽ വരാനുള്ള ധൈര്യം പകർന്നത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കല്ലേ? ഇത് ഇസ്ലാമിനോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 1921 മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ മുജാഹിദ് പ്രസ്ഥാനം, 41 മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമി, അന്നൊന്നും എവിടെയും കേരളത്തിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ വരുന്നില്ലല്ലോ. ആദ്യമായി പെണ്ണ് പള്ളിയിൽ വന്നത് 947 ശേഷമല്ലേ? വെള്ളാറമ്പാറ ഖദീജ കുട്ടിയും PK ആമിനത്താത്തയും അല്ലെ? പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും കൂറുകാരാണല്ലോ. അവരുടെ പുടവയിൽ പറഞ്ഞതായത് വെള്ളാറമ്പാറ ഖദീജ കുട്ടി, PK ആമിനത്താത്ത. 947 ശേഷമാണ് ആദ്യമായി പള്ളിയിൽ പോയത്. എന്തി അതുവരെ പോകാതിരുന്നത്? പോകട്ടെ, കേരളത്തിലെ അവസ്ഥ പോകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഇത് കണ്ടോ നിങ്ങൾ? സമാഅത്തു ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയാണ്. അൽ മുസ്ലിമൂൻ പത്രം, സ്വലാത്തുൽ മർഅത്തി ഫീ ബൈതിഹാ ഖൈറുൻ ലഹാ വ അഫ്ളൽ. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം വീട്ടിൽ വെച്ചുള്ള നമസ്കാരമാണ്. ഇത് വിദേശ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി പോകട്ടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ പ്രബോധനത്തിൽ എഴുതി. ഇത് പ്രബോധനത്തിന്റെ 1988 ജനുവരിയിലെ പ്രബോധനമാണ്. ഇതിലൊരു ചോദ്യം മൈമൂന മാവൂരാണ് ചോദിച്ചത്. ചോദ്യം: പുരുഷൻ സ്ത്രീക്ക് ഇമാമത്ത് നിൽക്കുക എന്നതാണല്ലോ ഇസ്ലാമിക നിയമം. എന്നാൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിന് മുൻഗണന നൽകാൻ പ്രവാചകൻ കൽപ്പിച്ചതായി ഹദീസുകളിൽ കാണാം. ഈ അടിസ്ഥാനത്തിൽ ദീനിയായ അറിവ് വളരെ കുറഞ്ഞ ഒരു ഭർത്താവിന് മതപണ്ഡിതയായ ഭാര്യ ഇമാമത്ത് നിൽക്കാമോ? കുഴക്കുന്ന ചോദ്യ. കാരണം ഭർത്താവ് ആണാ നിൽക്കേണ്ടത്, പക്ഷെ അവൻ വിവരം കുറഞ്ഞ ആളാണ്, സ്റ്റേഷനിൽ കച്ചവടം നടത്തുന്ന ആളാണ്, വെട്ടിപ്പീടിക്കാരനാണ്. ഇവളാണെങ്കിൽ അഫ്ദൽ പാസ്സായ പെണ്ണ ഭാര്യ, ആരും നിൽക്കണോന്നാ? ഇവൾ വനിതാ മുന്നണിയുടെ നേതാവ് വന്ന് വെച്ചോ? മറുപടി: ജുമുഅയും ജമാഅത്തും മൗലികമായി പുരുഷന്മാർക്കാണ് ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് നിർബന്ധമോ പ്രബലമായ സുന്നത്തോ അല്ല. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പത്രത്തിൽ ഫാത്തിമ മൂസ പറഞ്ഞത് എന്താണ്?
നിർബന്ധ കൽപ്പനയിൽ സ്ത്രീ പെടുമെന്നാണ്. ഇപ്പോൾ പ്രബോധനത്തിൽ പറയുന്നതോ ചോദ്യം ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ കുടുങ്ങി. അപ്പൊ കൊടുത്ത മറുപടി സ്ത്രീകൾക്ക് ജുമയും ജമായത്തും നിർബന്ധം പോയി പ്രബലമായ സുന്നത്ത് പോലുമില്ല. അതേ സുഹൃത്തുക്കളെ ഏച്ചു കൂട്ടിയാലും ഒഴിച്ചു നിൽക്കും. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രത്തിന് പരിവർത്തനവും മാറ്റവും വരും. അതിന്റെ തെളിവാ ഫാത്തിമ മൂസയുടെ ഈ പ്രഖ്യാപനം. പ്രബോധനത്തിൽ നേരെ വൈരുദ്ധ്യമായ ഫത്വ. എന്നിട്ട് പറയുന്നതോ കേട്ടോളൂ, ജമായത്തിന് സ്ത്രീകൾക്ക് നിർബന്ധമോ പ്രബലമായ സുന്നത്തോ അല്ല. ജമായത്ത് നിൽക്കുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് പിറകെ കുട്ടികൾ, ഒടുവിൽ സ്ത്രീകൾ എന്നതാണ് ഘടന. എങ്കിൽ പ്രബലമായ സുന്നത്ത് പോലുമില്ലാത്ത ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്തിന് നിങ്ങൾ അജിതയെ വിളിച്ചിട്ട് പണ്ഡിതന്മാർ ചീത്ത വിളിപ്പിച്ചു? എന്തിന് നമ്മൾ ഊർജം ചെലവഴിച്ചു? വനിതാ മാർച്ചുകൾ സംഘടിപ്പിച്ചു. നമ്മുടെ ഊർജം ഇസ്ലാമിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഊർജം ഈ ഇതുപോലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നാം കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരില്ലേ? ഇത് നോക്കിക്കോ നിങ്ങൾ. ഇവിടെ തെളിവുദ്ധരിക്കാറുള്ള അഥവാ പള്ളിയിൽ സ്ത്രീകൾ പോകണം എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ള ഹദീസ്, നബി തങ്ങൾ ഈത്തിക്കാഫിരിക്കാറുണ്ട് റമദാനിൽ, അവിടുത്തെ ഭാര്യമാരും ഈത്തിക്കാഫിരിക്കാറുണ്ട് എന്ന്. എന്നാൽ ആ ഹദീസ് എടുത്ത ശേഷം മൗദൂദി സാഹിബ് തന്നെ തന്റെ വ്രതം അസുയാം എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഈത്തിക്കാഫിരുന്നിരുന്നത് മസ്ജിദുൻ നബവിയിൽ ആയിരുന്നില്ല, തങ്ങളുടെ മുറികളിലായിരുന്നു. തിരുമേനിയുടെ പത്നിമാർ എല്ലാവരുടെയും മുറികൾ മസ്ജിദ് നബവിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത്. എല്ലാവരുടെയും വാതിലുകൾ പള്ളിയിലേക്ക് തുറക്കുന്നതുമായിരുന്നു. അപ്പൊ നബി തങ്ങളുടെ ഭാര്യമാര് വീട്ടിലാണ് ഇത്തിക്കാഫിരുന്നത് എന്ന് മൗദൂദി സാഹിബിന്റെ വ്രതം എന്ന പുസ്തകത്തിൽ തുറന്നു തന്നെ പറയുകയാണ്. എന്നിട്ട് പോലും ഈ വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാരെ മേൽ ആക്ഷേപിക്കുകയും മുസ്ലിംകൾ ഐക്യം തകർക്കുകയും അതിന്റെ പുറമെ മുസ്ലിംകളുടെ നല്ല വിഷയത്തിലേക്ക് ക്ഷണിക്കേണ്ട ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അത് നാളെ പടച്ച തമ്പുരാനുവിൽ മറുപടി പറയേണ്ടി വരില്ലേ? ഇനി ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിക്കോ നിങ്ങൾ. ഖുത്ബ, ഈ ഖുത്ബയിൽ സ്വഹാബത്തുണ്ടാക്കിയ 10 പള്ളികളിൽ എവിടെയെങ്കിലും പരിഭാഷ ഉണ്ടോ? ഇല്ല. അതേസമയത്ത് ജമാഅത്ത് ഇസ്ലാമി പരിഭാഷപ്പെടുത്തുന്നു, മുജാഹിദ് പരിഭാഷപ്പെടുത്തുന്നു. ജമാഅത്ത് ഇസ്ലാമി പരിഭാഷപ്പെടുത്തിയ രൂപമാണെങ്കിലോ ആക്ഷേപിക്കാനല്ല, മനസ്സിലാക്കാൻ വസ്തുനിഷ്ഠമായിട്ട് ഞാൻ പറയുന്നു. തെളിവുകൾ വെച്ച് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടല്ല, മറിച്ച് ശരിക്കും പറഞ്ഞാൽ അക്രമത്തിലൂടെയല്ലേ പരിഭാഷപ്പെടുത്തിയത്. ഇത് കുറ്റ്യാടിയുടെ സ്മരണികയാണ്. കുറ്റ്യാടി പരിവർത്തനങ്ങളിലൂടെ എന്ന കെ മൊയ്തു മൗലവി എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ കുറ്റ്യാടിയിൽ പിന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഉത്തമ പരിഭാഷ, ആ പരിഭാഷയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ. 1950 ജമാഅത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ കുറ്റ്യാടി വാർഷികം നടന്നു. ഷെയ്ഖ് അബ്ദുള്ള സാഹിബ് തമിഴ്നാടായിരുന്നു ആ യോഗത്തിലെ മുഖ്യ അതിഥി. സ്വതസിദ്ധമായ ശൈലിയുടെ ഉടമയായ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് കുറ്റ്യാടിയെ പിടിച്ചു കുലുക്കിയത്. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനാർത്ഥം ദിവസങ്ങളോളം ഹാജി സാഹിബ് അഥവാ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ആദ്യത്തെ നേതാവ് മൗദൂദിയുമായിട്ട് ബൈഅത്ത് ചെയ്തു വന്ന മുഹമ്മദ് അലി ഹാജി സാഹിബ് കുറ്റ്യാടിയിൽ ക്യാമ്പ് ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് അബ്ദുള്ള കുട്ടി മൗലവിയുടെ സമ്മതത്തോടുകൂടെ ജനാബ് കൈതക്കമ്മണ്ണിൽ സൂപ്പി സാഹിബ്, ചെറുവട്ട് മൊയ്തീൻ സാഹിബ്, ടി.പി. അബ്ദുള്ള മാസ്റ്റർ, കോവിലത്തെ ചക്കര മൊയ്തീൻ സാഹിബ്, മൂസ മാസ്റ്റർ തുടങ്ങിയവർ ഹാജി സാഹിബിനെ സമീപിച്ച് കുറ്റ്യാടിയിലെ ഖുത്ബ പരിഷ്കരണത്തെ സംബന്ധിച്ച് സംസാരിച്ചു. അഥവാ ഖുത്ബയൊന്ന് പരിഭാഷപ്പെടുത്തിയാൽ കൊള്ളാം എന്ന ആശയം. അപ്പൊ പറയേണ്ടത് എന്താ? ഇന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ, ഇന്ന ആശയത്തിന്റെ വെളിച്ചത്തിൽ പരിഭാഷയാകാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടുകാരുമായിട്ട് ചർച്ച നടത്താം, എന്നിട്ടൊരു സമന്വയത്തിൽ എത്തിയ ശേഷം നമുക്ക് പരിഭാഷ ആരംഭിക്കാം. ഇതല്ലേ മാന്യത? ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, അതല്ലേ മസ്ലഹത്ത്? എന്നാൽ നോക്കൂ, നിങ്ങൾ കൊടുത്ത മറുപടി, നിങ്ങൾ അതിന് സന്നദ്ധരാണോ എങ്കിൽ അതിനൊരുങ്ങിക്കൊള്ളുക. അകമ്പള്ളി നിറയെ കാലെ കൂട്ടി അനുകൂലികളെ ഇരുത്തിയാൽ അന്ന് സംഗതി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇതായിരുന്നു ഹാജി സാഹിബിന്റെ പ്രതികരണം. സഹോദരന്മാരെ, എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. ജുമുഅക്ക് സമയമായി, പള്ളി ജനനിമിടമായി. നേർച്ചക്കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന അയാൾ സുന്നിയാണ്, ആ പള്ളിയിലെ ഖത്തീബാണ്. നേർച്ചക്കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നീളക്കുപ്പായം ധരിച്ച് തലയെക്കെട്ടണിഞ്ഞ്, ഇതൊക്കെ സുന്നികൾക്കുള്ളതാണല്ലോ, തൊയിൻസാൻ പുതച്ച് മിമ്പറിൽ കയറാനുള്ള ഒരുക്കത്തിൽ പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുകയാണ്. മൊയ്തീൻ മുസ്ലിയാർ, മുക്രിക്കാന്റെ പേരാണ് മുഅദ്ദിന്റെ പേര്. മൊയ്തീൻ മുസ്ലിയാർ മൂലയിൽ വെച്ച വാള് കയ്യിലെടുത്ത് മാഷർ വിളിക്കാൻ കിഴക്കോട്ട് തിരിഞ്ഞ് 2 അടി മുമ്പോട്ട് വെച്ച് വാൾത്തലപ്പ് നിലത്ത് കുത്തി 2 കൈയും വാൾപ്പിടിയിൽ ഒന്നിനു മേലെ ഒന്നായി വെച്ച് ഒന്ന് നിവർന്നു നിന്ന് മാഷിറ വിളിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ.
അപ്പോഴേക്കും ഹാജി സാഹിബ് മിമ്പറിന്റെ 3-ാം പടിയിൽ കയറി കിഴക്കോട്ട് തിരിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഉറക്കെ പറഞ്ഞ് മിമ്പറിന്റെ മുകളിലെ പടിയിൽ ഉപവിഷ്ടനായി കഴിഞ്ഞിരുന്നു. അക്രമല്ലേ സുഹൃത്തുക്കളെ? നീതിയല്ലേ ഇത്? നമ്മളൊരു ജമാഅത്ത് ഇസ്ലാമിനെ വിമർശിച്ച് പ്രസംഗം നടത്തുമ്പോൾ നാളെ പീഡിക വരാതെ ചർച്ച, കാശ്മീർ വെന്തരിയുമ്പോൾ, ഗുജറാത്ത് പറഞ്ഞലിക്കുമ്പോൾ, ബാബരി നഷ്ടപ്പെടുമ്പോൾ, ഫലസ്തീൻ എല്ലാം കുഴപ്പമുണ്ടാവുമ്പോൾ മുസ്ലിങ്ങൾ തമ്മിൽ ഇങ്ങനെ സലാം പറയാൻ പാടില്ല, വ്യത്യസ്തരിക്കാൻ പാടില്ല, ഇതൊക്കെ ഇപ്പോൾ നടത്തേണ്ട പ്രസംഗമാണോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുന്നു, ഇത് മാന്യതയാണോ? മസ്ലഹത്താണോ? തീർന്നില്ല. മൊയ്തീൻ മുസ്ലിയാരൊന്നും ഞെട്ടാതൊക്കൂ. കാരണം ഇയാൾ മനസ്സിലേക്ക് ഒരുങ്ങുമ്പോഴാണ് മറ്റൊരുത്തൻ ചാടിയിട്ട് മെമ്പറും ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. തിരിഞ്ഞു നോക്കുമ്പോൾ കൊടുക്ക് ബാങ്ക് എന്നൊരു കൽപ്പനയായിരുന്നു കേട്ടത്. മോദിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. സദസ് നിശബ്ദം. മുസ്ലിയാർ കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, എഴുന്നേറ്റ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ച് നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതൊരു പീഡനല്ലേ സത്യത്തിൽ? ആ പാവം സാധു അറ്റാക്കായി പോയെങ്കിലും അതേസമയത്ത് മറ്റൊരാൾക്ക് ബാങ്ക് കൊടുത്തേച്ചാൽ മതി. ഇയാളെ കൊണ്ട് തന്നെ പിടിച്ച് നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തുടർന്ന് കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വതന്ത്ര മലയാള ഖുത്ബ നടന്നു. ഞാൻ പറയട്ടെ, ഇതാണോ ദീനീ പ്രവർത്തനം? ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇതന്നു മാത്രമല്ല, ഇപ്പോൾ തന്നെ നോക്ക് നിങ്ങൾ, കൊച്ചി നടക്കുന്ന ഒരു പ്രവർത്തനം മലയാളം ന്യൂസ് പത്രം 2006 ജൂലൈ 22 റിപ്പോർട്ട് ചെയ്തതാണ്. ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ ബലമായി പള്ളി കയ്യേറി. ഖുത്ബ പറയാനെത്തിയ CM മൗലവിയെ പുറത്താക്കി പള്ളി താഴിട്ട് പൂട്ടി. കൊച്ചിയിലൊരു പള്ളി പിടിച്ചെടുത്ത കഥയാണ്. ഇതൊക്കെ ഞാൻ വായിക്കുമ്പോഴേക്ക് സമയം ഒരുപാട് പിടിക്കും, അങ്ങോട്ട് കടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തറാവീഹിന്റെ വിഷയത്തിലും ജുമായുടെ വിഷയത്തില് ഖുത്ബയുടെ വിഷയത്തില് എല്ലാ വിഷയത്തിലും സ്വഹാബാക്കിറാമിന്റെ പാരമ്പര്യം പാടെ തള്ളിയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചത്. ഇങ്ങനെ തള്ളി ഓരോന്നും തള്ളി എന്ന് മാത്രമല്ല, നിസ്കാരവും നോമ്പും സക്കാത്തും ഓരോന്നും ബാത്തിലാക്കി. പറയുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ പിടിക്കും. എത്രത്തോളം നിങ്ങളറിയോ? ആത്മീയത പരിപൂർണമായി നഷ്ടപ്പെടുത്തിയതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഇത് പ്രബോധനത്തിന്റെ KC അനുസ്മരണ പതിപ്പ് 95 ഡിസംബറിൽ ഇറങ്ങിയതാണ്. ഇതിൽ ഫാത്തിമ മൂസ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്, ആ നേതാവ് വനിതാ വിങ്ങിന് നേതാവ് എന്ന ലേഖനത്തിൽ ആ നേതാവ് സമർത്ഥിക്കുന്നത്, ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെ പിന്നീട് ഒരു ക്ലാസ്സിന് വന്നു. ലേഡീസ് ക്ലാസ് ആയിരുന്നു രംഗം. പെണ്ണുങ്ങളുടെ ക്ലാസ് ആയതുകൊണ്ട് മറ വെച്ചാണ് പുരുഷന്മാരൊക്കെ ക്ലാസ് എടുത്തത്. പക്ഷെ KC അബ്ദുള്ള മൗലവി വന്നപ്പോൾ ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടു, ഇതെന്തിനാണ് ഒരു മറ, അഴിച്ചു മാറ്റിയോ ഇവിടുന്ന്? മറയോടുകൂടെ ക്ലാസ് എടുത്താൽ അത് വേണ്ടതുപോലെ ഫലപ്പെടൂല, അതുകൊണ്ട് നേർക്കുന്നേരെ മുഖത്ത് നോക്കി ക്ലാസ് എടുക്കണം. അങ്ങനെ ഇസ്ലാം കണക്കാക്കിയ പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള മറ പോലും വലിച്ചു മാറ്റിയെന്ന് അദ്ദേഹത്തിന്റെ സ്മരണയിൽ തന്നെ പറയാം. സുഹൃത്തുക്കളെ, നബിത്തങ്ങളെക്കാളും നബിത്തങ്ങളുടെ ഭാര്യമാരെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണുങ്ങളും പുരുഷന്മാരുണ്ടോ? നബിത്തങ്ങളും ഭാര്യമാരിയ്ക്കുന്ന വേദിയിലേക്കല്ലേ ഉമ്മു മഖ്തൂം കടന്നു വരുന്നത്? കടന്നു വന്നപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു, ഹിത്തജിബ അൻതുമാ, നിങ്ങൾ ഇനി 2 പേര് ഉള്ളിലേക്ക് പോകണം. അപ്പൊ ഭാര്യമാരെ തിരിച്ചുള്ള ചോദ്യം, നബി അയാൾ കണ്ണ് കാണാത്ത ആളല്ലേ, ഞങ്ങൾ എന്തിനു പോകണം? നബിത്തങ്ങളുടെ പ്രതികരണം, അവ ഉമ്യാവാനി അൻതുമാ, നിങ്ങൾ 2 പേരും കണ്ണുപൊട്ടികളാണോ? അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണാനും പാടില്ല, നിങ്ങൾ അകത്ത് പോകണം. ഇത് പഠിപ്പിച്ച ഇസ്ലാമിന്റെ സൂക്ഷ്മതയുള്ള ആ തത്വത്തിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവന്ന് ആ മറ പോലും മാറ്റി എന്ന് പ്രബോധനത്തിൽ പറയുകയാണ്. ഇനി നോക്കിക്കോ നിങ്ങൾ, നമ്മൾ മുഴുവൻ ആളുകളും ചെയ്യുന്ന നോമ്പ്, ആ നോമ്പ് പോലും നഷ്ടപ്പെടുത്തി ഓരോ സാമ്പിൾ ഓരോ നിയമം വായിക്കുകയാണ്. ആ നോമ്പിൽ അത്താഴം കഴിക്കൽ ഒരു സുന്നത്താണ്, നോമ്പ് തുറക്കലും സുന്നത്താണ്. ഓരോന്നിനും ടൈമുണ്ട്. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന ആ ടൈം, അത് കഴിഞ്ഞാലേ നോമ്പ് തുറക്കാവൂ. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ആ ടൈമിന്റെ മുമ്പ് അത്താഴം കഴിച്ചിരിക്കണം. എന്നാൽ പ്രബോധനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി കൊടുത്തു, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാലോ? ഇതിന് കൊടുത്ത മറുപടി, ബാങ്ക് കേട്ട് ഉടനെ തന്നെ അങ്ങ് പാത്രം വെച്ചോളണമെന്നൊന്നുമില്ല, തീറ്റ നിർത്തണമെന്നില്ല. പിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അത്യാവശ്യം വല്ലതും കഴിച്ച ശേഷം മാത്രം പാത്രം താഴെ വെച്ചാൽ മതിയെന്ന. സുബ്ഹാനല്ലാഹ്, നോമ്പിന്റെ കഥ 1977 സെപ്റ്റംബറിലെ പ്രബോധനം. അതിൽ നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹി ബാങ്ക് കേട്ടാൽ അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ എന്ന ഉത്തരം.
നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്ന് തന്നെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ നബിവചനം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നതിൽ അഭിപ്രായാന്തരമുണ്ട്. നബിയുടെ കാലത്ത് സുബൈക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് സമയമാകുന്നതിന്റെ അല്പം മുമ്പായിരുന്നു. ഈ ബാങ്കാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് ചിലരുടെ അഭിപ്രായം. പക്ഷെ അത് ശരിയല്ല. കാരണം ആ ബാങ്കിന് ശേഷവും ഭക്ഷണം കഴിക്കാമെന്നത് വ്യക്തമായി തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. മറ്റഭിപ്രായം ഇങ്ങനെയാണ്: ബാങ്ക് കേട്ടെങ്കിലും സമയമായിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ബാങ്കുകാരനും ഒരു നിമിഷമൊക്കെ പിഴക്കാമല്ലോ. അപ്പോൾ സ്വന്തം ബോധ്യം വരുന്നത് വരെ അത്യാവശ്യം വല്ലതും കഴിക്കാം. ഇത് ശരിയാകാൻ വഴിയില്ല. കാരണം ഇത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംഭവിക്കാവുന്നത് മാത്രമാണ്. ഹദീസിൽ പറയുന്നത് അങ്ങനെയല്ല. അത് സംശയത്തിന്റെ കാര്യമേ പരാമർശിക്കുന്നില്ല. യാദൃശ്ചികമായി ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് ഹദീസിൽ പറയുന്നത്. ഇനി കേട്ടോളൂ. മൂന്നാമത്തെ അഭിപ്രായം ഇങ്ങനെ സംഗ്രഹിക്കാം: അത്യാഗ്രഹത്തോടെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന ഒരാളെ അതിൽ നിന്ന് തടഞ്ഞാൽ അയാൾക്ക് പാലിക്കാൻ സാധിക്കാതെ വന്നേക്കും. തെറ്റ് സ്വന്തം കുറ്റം കൊണ്ട് വന്നതുമല്ല. അതുകൊണ്ട് അല്പം വല്ലതും കഴിച്ചു കൊള്ളട്ടെ, സമയവ്യത്യാസം അല്പം മാത്രമേ ഉള്ളൂല്ലോ എന്ന് വെച്ച് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു ഇളവാണിത്. അത് അതേ നിലക്ക് വളരെ സൂക്ഷ്മതയോടെ മനുഷ്യൻ ഉപയോഗപ്പെടുത്താം. അങ്ങനെയുണ്ട്. അപ്പൊ ചെറിയൊരു 2-3 മിനിറ്റൊക്കെ പ്രശ്നമായി വെച്ച് കുഴപ്പമൊന്നും വേണ്ട. അതൊക്കെ അള്ളാഹു തആല കണ്ടറിയാതിരിക്കൂല. അതുകൊണ്ട് അത്യാവശ്യം കഴിക്കാം. ആളുകളെ നോമ്പും ബാത്തിലായി നോക്കിക്കോ നിങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന. ഇനിയിപ്പോ ബാക്കിയുള്ള സക്കാത്താണ്. സക്കാത്തിന്റെ കഥ നോക്ക് നിങ്ങൾ. ഇത് 1971 നവംബർ ലക്കത്തിലെ പ്രബോധനം. ഈ പ്രബോധനത്തിൽ തുറന്നു പറഞ്ഞു, അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. നിസ്കാരം പോലെ അതുപോലെ ആരാധന. ഓരോന്നിനും ഒരു വകുപ്പുണ്ട്. അതിപ്പം അമുസ്ലിം സഹോദരന്മാരുള്ള വർഗീയതയല്ല, മറിച്ച് അമുസ്ലിം സഹോദരന്മാർ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷേ ശബരിമല സീസണായി കഴിഞ്ഞാൽ മാലയിട്ടാൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. അത് കഴിക്കാത്ത നമ്മളോട് ദേഷ്യം കൊണ്ടല്ല, അവരുടെ മതത്തിന്റെ ചിട്ടയാണ്. ഇതുപോലെ സ്വതക്കയും ഭക്ഷണവും ഒക്കെ അവർക്ക് കൊടുക്കാം. പക്ഷേ സക്കാത്ത് അതിന് ഖുർആനിൽ പറഞ്ഞ അവകാശികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് പ്രബോധനം 1971 നവംബറിൽ വ്യക്തമായി പറഞ്ഞു. അമുസ്ലിങ്ങൾക്ക് സക്കാത്തും മറ്റു ദാനധർമ്മങ്ങളും കൊടുക്കുന്നത് അനുവദനീയമാണോ? ഇല്ല എന്നാണ് വിധിയെങ്കിൽ അത് സംഘീയത്തെ വീക്ഷണമല്ലേ? അത് മറുപടി പറഞ്ഞത്, സക്കാത്ത് ഒഴികെയുള്ള ദാനധർമ്മങ്ങൾ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ കൊടുക്കാവുന്നതാണ്. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ദാനധർമ്മങ്ങൾ നൽകാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ സക്കാത്തിന്റെ കാര്യം അങ്ങനെയല്ല. വ്യക്തമായിട്ട് പ്രബോധനത്തിൽ പറയാം. അതേ ജമാഅത്ത് ഇസ്ലാമി നോക്ക് നിങ്ങൾ, 83 ആയപ്പോ 10 കൊല്ലം കൊണ്ട് കഴിഞ്ഞപ്പോൾ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്ന് പാസാക്കി. ഇത് കണ്ടോ നിങ്ങൾ? ഫോട്ടോ മാതൃഭൂമി 83 ഓഗസ്റ്റ് 3 ബുധനാഴ്ചയിലെ മാതൃഭൂമിയാണ്. ഇതിലൊരു ഫോട്ടോ. ശാന്തപുരം മഹല്ല് കമ്മിറ്റിയുടെ സക്കാത്ത് ഫണ്ടിൽ നിന്നുള്ള തെങ്ങിൻ തൈ വിതരണ പരിപാടി പ്രൊഫസർ MA ശുക്കൂർ ഉദ്ഘാടനം ചെയ്യും. ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി എന്നാണ് ഹെഡിങ്. പട്ടിക്കാട് ശാന്തപുരം മഹല്ല് കമ്മിറ്റി മറ്റിടങ്ങളിലെ മുസ്ലിം മഹല്ലുകൾക്ക് മാതൃക കാട്ടി. സക്കാത്ത് ഇനത്തിൽ ലഭിക്കുന്ന ഫണ്ട് ഇങ്ങനെ ശരിയായി വിനിയോഗിക്കാമെന്ന് അവർ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തു. സക്കാത്ത് ഫണ്ടിൽ നിന്ന് തന്നെ അവശരായ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യാനും പരിപാടി ഉള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. പി കമ്മുകുട്ടിക്കും മഹല്ലിലെ ഹരിജനായ കെ കുപ്പായനും തൈകൾ നൽകിക്കൊണ്ട് പ്രൊഫസർ MA ശുക്കൂറാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പൊ സക്കാത്ത് അത് തെങ്ങിൻ തൈ കൊടുക്കാൻ പറ്റില്ല, വേറെ വിഷയം. കൊടുക്കുന്നത് കുപ്പായന്. കുപ്പായം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് കുപ്പായല്ല, കുപ്പായം എന്ന് പേരുള്ള അമുസ്ലിമായ ഹരിജന്. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ പാടില്ലെന്ന് പാസാക്കി അവർ തന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് മുസ്ലിം സക്കാത്ത് കൊടുക്കുക. ഈ സക്കാത്ത് പടച്ചറബന്റെ അക്കൗണ്ടിൽ ഉണ്ടാകൂല എന്ന കാര്യം ഉറപ്പാണ്. ഇനി ബാക്കിയുള്ളത് ഹജ്ജാണ്. സുബ്ഹാനല്ലാഹ്, ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമി തുറന്നു പറഞ്ഞു, അത് ശബരിമലയിൽ പോയിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. കഴിഞ്ഞതോടുകൂടെ ഹജ്ജ് 2002 മാധ്യമ സ്പെഷ്യൽ ഇതിൽ പറയുന്നത്, ഹജ്ജിനെ സംബന്ധിച്ച് വിശദീകരിച്ചിങ്ങനെ എഴുതിയ ലേഖനത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുകൊണ്ട് നിർവഹിക്കുന്നത് തവാഫാണ്. ആ തവാഫ് അത് ഏകദേശം നമ്മൾ പിന്നെ ശബരിമലയിലും മറ്റുമൊക്കെ പോയാൽ ചെയ്താൽ അവിടെ ചെന്ന് കാണുന്ന അതേ പ്രവർത്തനം തന്നെയാണ് എന്ന. കേട്ടോളൂ, ഞാൻ വായിക്കാം. പൂണൂൽ ധരിച്ച ഹിന്ദുക്കൾ ക്ഷേത്രം വരം വെക്കുന്നത് പോലെയാണ് മേൽത്തട്ടം ധരിച്ച മുസ്ലിങ്ങൾ കഅബയെ വരം വെക്കുന്നത്. സെയിമാണ്. വ്യത്യസ്ത നാമങ്ങളിലും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളോടും വിശ്വാസങ്ങളോടും കൂടിയും അറിയപ്പെടുന്ന മതങ്ങൾ പരസ്പരം അന്യമായി ഗണിക്കുന്നതിനേക്കാൾ നല്ലത് അവ ഒരേ വിശ്വാസവും
തമ്മിൽ പൊരുത്തപ്പെടുന്ന അനുഷ്ഠാനങ്ങളുമുള്ള ഒരേ മതത്തിന്റെ വിവിധ പതിപ്പുകളാണ് എന്ന് ധരിക്കലായിരിക്കും. നഊദുബില്ലാഹ്. എന്തേ പറഞ്ഞത്? ഇസ്ലാമിൽ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുണ്ട്. ഇത് വ്യത്യസ്തമല്ല, 4 ഒന്നാ. ഇതുപോലെ ഹിന്ദു, സിഖ്, പാഴ്സി, മുസ്ലിം, ക്രിസ്തു ഇതൊക്കെ വ്യത്യസ്ത മതങ്ങൾ എന്ന് ഗണിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു മതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ഗണിക്കലാണ്. സർവമത സത്യവാദം ഇതൊരിക്കലും ഇസ്ലാമല്ല സുഹൃത്തുക്കൾ. ഇത് ഞാൻ എന്റെ വകയല്ല, പച്ച മലയാളത്തിൽ എഴുതിയത് വായിച്ചതാണ്. ഇതിന്റെ പുറകിലാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടില്ല, ഈമാൻ കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. എത്രത്തോളം എന്നറിയും നിങ്ങൾ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ഒരാൾ മുസ്ലിം ആയാൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോകാൻ സ്വാതന്ത്ര്യമില്ല എന്നൊരു തോന്നലുണ്ട് ആളുകൾക്ക്. തെറ്റാണ്. ഒരാൾക്ക് മുർത്തദ്ദാവണം, അതിനുള്ള സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. ഇത് പ്രബോധനം. ഈ പ്രബോധനത്തിൽ എഴുതി ഇത് 2006 മെയ് ലക്കത്തിലെ പ്രബോധനമാണ്. നോക്ക് നിങ്ങൾ, ഒരാൾക്ക് മുസ്ലിം ആകാനും ആവാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിമായ ശേഷം പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ല എന്ന വാദം അർത്ഥശൂന്യമാണ്. മുർത്തദ്ദാവാനെ ഇസ്ലാമിന്റെ നിയമപ്രകാരം കൊല്ലണോന്നാ. പക്ഷെ പ്രബോധത്തിൽ എങ്ങോട്ടേക്കാണ് ഈ പോക്ക്? ഇത് ഇസ്ലാമാണോ? പ്രവാചകർ പഠിപ്പിച്ചതാണോ? ഇത് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ തുറന്നു പറയൽ ഞങ്ങളെ കടമയല്ലേ? ഇത് പറയുമ്പോഴേക്കത് പ്രശ്നമുണ്ടാക്കലാണോ? അല്ല, പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഞങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ കൈകെട്ടി മറുപടി വരേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദേഷ്യം പിടിച്ചുകൊണ്ടല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. അതുകൊണ്ട് തന്നെയല്ലേ ഈ പറഞ്ഞ മുർത്തദ്ദാവാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ മതത്തിലെ നിയമങ്ങൾ പലതും മാറ്റേണ്ടി വന്നു. എന്തിനേറെ അടിസ്ഥാന തത്വം തന്നെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഹുക്കുമത്തെ ഇലാഹി എന്ന, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ ഭരണവും. കുറച്ചുങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മാറ്റി, ഇപ്പോൾ ഇഖാമത്തുദ്ദീന. ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുക്കുമത്ത് ഇലാഹിയാണ് എന്ന് നേരത്തെ ഞാൻ വായിച്ച പ്രബോധനത്തിന്റെ 50ാം വാർഷികത്തിന്റെ പതിപ്പില് ശരിക്കും വ്യക്തമായി തന്നെ പറയുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹിയാണ്. ഹുക്കുമത്ത് ഇലാഹി എന്നാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ ഭരണമുണ്ടാക്കലാണ്. 113ാമത്തെ പേജ്. 2, ജമാഅത്തിന്റെ ലക്ഷ്യമായ ഹുക്കൂമത്തെ ഇലാഹിയയിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഓരോ അംഗവും ജമാഅത്തിൽ നിലയുറപ്പിക്കുക എന്നാണ്. അപ്പൊ അള്ളാന്റെ ഭരണം ഉണ്ടാക്കലാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് തുറന്നു പറയുകയാണ്. അതിനു വേണ്ടി പറഞ്ഞ കൂട്ടത്തിലാ പറഞ്ഞത് ഇവിടത്തെ ഇന്ത്യൻ ഗവൺമെന്റിനെ പോലും അംഗീകരിക്കാൻ പാടില്ല. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഭൂരിപക്ഷം നോക്കി ഉണ്ടാക്കുന്ന ഗവൺമെന്റാ, ജനാധിപത്യ വ്യവസ്ഥിതിയാ. അത് അംഗീകരിക്കാൻ തന്നെ ഹറാമാണ്. അതും എന്റെ വക ഞാൻ പറഞ്ഞതല്ല. റസായിലോ മസായിലിന്റെ 1ാമത്തെ ജുസാണിത്. ഈ പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഇതിന്റെ 307ാമത്തെ പേജിൽ പറഞ്ഞു, और इस नजरिया से हटकर अव्वल जिक्र जमहूरी नजर ले कबूल करना गोया अकीदा तौहीद से मुनरिफ हो जाना है। इसलिए हम कहते हैं कि जो असम्बलियां या पार्लियामेंट मौजूदा जमाना के जमहूरी उसूलियों पर बनी है, उनकी रुकनीयत हराम है और उनके लिए वोट देना भी हराम है. ഭൂരിപക്ഷം നോക്കിയിട്ട് ഇവിടെ സെക്യുലർ രാഷ്ട്രമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് മറ്റൊക്കെ നടക്കുന്നത് കൊണ്ട് അത് അംഗീകരിക്കൽ ഹറാമാണ്. ഉനക്ക് റുക്നിയത്ത് ഹറാം, മെമ്പറാകൽ ഹറാമാണ്. MLA MP ഒന്നും ആവാൻ പറ്റൂല. അവർ വോട്ട് ദേനാബി ഹറാമുകെ, വോട്ട് ചെയ്യലും ഹറാമാണ് എന്നാണ്. പക്ഷെ ഇപ്പൊ നോക്ക് നിങ്ങൾ, സോളിഡാരിറ്റി, ഞാൻ കളിയാക്കാൻ വേണ്ടി പറയല്ല, വിമർശിക്കാൻ പറയല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. സോളിഡാരിറ്റി എന്ന പേര് സംഘടന ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒരു മാറ്റം പറഞ്ഞു, പിന്നീട് പറഞ്ഞു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, മൂല്യം നോക്കി വോട്ട് ചെയ്യാം. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് സോളിഡാരിറ്റി ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചോ, ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ നോക്കിയാണ് ഞാൻ വായിക്കുന്നത്. ഈ വായിക്കുന്ന പോലെ തെറ്റുണ്ടോ നിങ്ങൾക്ക് പറയാം, പക്ഷേ ഉറപ്പോടുകൂടിയാണ് ഞാൻ വായിക്കുന്നത്. ഗ്രന്ഥങ്ങൾ കഴിച്ചിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് സൗകര്യപ്രകാരം സംശയം തീർക്കാൻ പുസ്തകങ്ങൾ പരിശോധിക്കാൻ അനുവാദമുണ്ട്. ഇത് ഉറുദുവിൽ മാത്രമല്ല. ഇത് നോക്കിക്കോ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയാണ്, 6 രൂപ വരെയുള്ള ഭരണഘടന. ഈ ഭരണഘടനയിൽ പോലും പറയുന്നത് കേട്ടോളൂ, ഉത്തരവാദിത്തങ്ങൾ ഖണ്ഡിക 8 നമ്പർ 6, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. അപ്പൊ ഒരു അഡ്വക്കറ്റ് ആവാൻ പറ്റൂല, ഒരു വക്കീലാവാൻ പറ്റൂല, ഡോക്ടർ ആവാൻ പറ്റൂല, എഞ്ചിനീയർ ആവാൻ പറ്റൂല, ഭൗതിക ഗവൺമെന്റിന്റെ ജോലി പോലും സ്വീകരിക്കാൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമിയായി കഴിയുമ്പോൾ.
മാത്രമല്ല, ഖണ്ഡിക 9-7 നമ്പറിൽ പറയുന്നു, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവർത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാവുക. അപ്പൊ ഒരു ആത്മാർത്ഥമുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോ ജോലി രാജിവെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴോ ആകെ മാറ്റിയില്ലേ പദ്ധതി. ചുരുക്കത്തിൽ ഒരു മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രമാകുമ്പോൾ അതിന്റെ ന്യൂനതകൾ പ്രകടമായി കാണും. അത് റസൂലുള്ളാഹിയുടെ ഇകഴ്ത്തലായാലും സ്വഹാബത്തിനെ തള്ളലായാലും ഖുർആനെ സ്വന്തം വ്യാഖ്യാനിക്കലായാലും അപകടം പിടിച്ച വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പൊതുജനത്തിന്റെ വികാരത്തിന്റെ കൂടെ നിൽക്കാൻ പോലും പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയാറില്ലല്ലോ. ഉദാഹരണത്തിന് ഈ അടുത്ത് കഴിഞ്ഞു പോയ പ്രമാദ വിഷയം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കാർട്ടൂൺ വരച്ച് സ്പാനിഷ് പത്രത്തിൽ വല്ലാത്ത ആക്ഷേപം, നബി തങ്ങളുടെ തലയിൽ ബോംബും ടാങ്കും ഒക്കെ കെട്ടിവെച്ച് ആക്ഷേപിച്ചു. ലോക മുസ്ലിങ്ങളൊക്കെ പ്രതികരിച്ചു അതിനെതിരെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വരിക 2006 ഫെബ്രുവരിയിൽ എഴുതിയത് എന്താണെന്നറിയോ? ധാർമ്മിക രോഷൻ കൊള്ളാൻ അർഹതയുണ്ടോന്നാ. അങ്ങനെ അങ്ങോട്ട് രോഷൻ കൊള്ളുന്നു വേണ്ട. ഏതെങ്കിലുമൊക്കെ ആളുകൾ വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ പിന്നെ കൊട്ടും കുറവെടുത്ത് ഇറങ്ങേണ്ടതില്ല എന്നാ. ഞാൻ വായിക്കാം. ഇസ്ലാമിനെ പറ്റിയോ മുഹമ്മദ് നബിയെ പറ്റിയോ കാര്യമായി ഒന്നും അറിയാത്ത ഒരു കൊച്ചു രാജ്യത്ത് തല തിരിഞ്ഞ ഒരു പത്രത്തിൽ വന്ന കാർട്ടൂൺ പൊക്കിപ്പിടിച്ച് കോലാഹലം സൃഷ്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തൊരിടത്തും നബി തിരുമേനിയുടെ ശരിയായ ഫോട്ടോ ലഭ്യമല്ല എന്നിരിക്കെ പത്രത്തിൽ വന്ന കാർട്ടൂണിന് നബിയുമായിട്ട് യാതൊരു സാദൃശ്യവും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. നബിയുമായി ഒരു വിധത്തിലും സാദൃശ്യമില്ലാത്ത ഒരാളുടെ തലയിൽ ബോംബോ റോക്കറ്റോ മറ്റെന്തെങ്കിലും കയറ്റിവെച്ചാൽ മുസ്ലിങ്ങൾ പ്രകോപിതരാവുന്നത് എന്തിനാ? അപ്പൊ ഇവരാരാ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആക്ഷേപത്തിന് മറുപടി പറയും റസൂലുള്ളാഹിന്റെ കാര്യത്തിലുള്ള സ്വഭാവമാണ്. ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു തആലയുടെ ഡ്യൂട്ടി തന്നെ അതായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അതിനുവേണ്ടി ദുആ ചെയ്തു കൊടുത്തതാണ്. എന്തിനേറെ ഖുർആനിൽ തന്നെ നോക്ക് നിങ്ങൾ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്ത് തന്നെ അള്ളാഹു ഇറക്കിയത് എന്തിനാ? റസൂലുള്ളാഹി തങ്ങൾ പ്രബോധനത്തിന് എന്നപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് അബൂലഹബ് ആക്ഷേപിച്ചപ്പോൾ അതേ ശൈലിയിൽ അള്ളാഹ് തിരിച്ചു കൊടുത്തതാണ്. നേരെ മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചപ്പോൾ അള്ളാഹു തആല നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുൽ ഹുവല്ലാഹു അഹദ്. നബിയെ തങ്ങൾ പറഞ്ഞേക്ക് അള്ളാഹ് ഏകനാണ്, ഒരുപാട് ദൈവങ്ങളൊന്നും ഇല്ല. അള്ളാഹു സമദാണ്, അള്ളാഹ് കാര്യം ആവശ്യമില്ല. ഉലം എരുത് വലം യുലത്, അള്ളാഹ്ക്ക് മലക്കുകൾ പെൺമക്കളാണ്, അള്ളാഹുവിന്റെ ഉസൈർ ആൺകുട്ടികളാണ്, ആൺമകനാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയാൻ അള്ളാഹു നബിതങ്ങളെ ഏൽപ്പിച്ചു. നബിത്തങ്ങൾക്കെതിരെ ആക്ഷേപം വന്നപ്പോഴോ ആ കാര്യം അള്ളാഹു നേരിട്ട് ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു തബ്ബത്ത് കുൽ തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന് പറഞ്ഞില്ല. അത്രയും അള്ളാഹു പോലും പരിഗണിച്ചതാണ് നബിതങ്ങൾക്കെതിരുള്ള ആക്ഷേപം. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു നമ്മൾ അതിന് കുട്ടും കുറവെടുക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ പോക്കുള്ളത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോന്ന് എത്രത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അടക്കമുള്ള മഹാന്മാരെ പുകഴ്ത്ത് പറയുന്ന മാലയും മൗലൂദും അതുപോലെ തന്നെ ആത്മീയത ഉണ്ടാക്കുന്ന ദിക്റുകൾക്കും ഹദ്ദാദിന്റെ സദസ്സുകളും ഇതൊക്കെ മാറ്റിമറിച്ച് വെച്ച് പ്രബോധനത്തിൽ തന്നെ തുറന്നവരെഴുതി. പിന്നെ കാര്യമായി ഇത്രയും വർഷം ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചതിന്റെ നേട്ടം, ആ നേട്ടത്തിന് കൂട്ടത്തിലെന്നുന്നത് റാത്തീബ്, ഹദ്ദാദ്, മൗലിദ്, കുത്തുബിയത്ത്, കൊടികുത്ത് നേർച്ചകൾ, ചന്ദനക്കുടങ്ങൾ, എഴുന്നള്ളത്തുകൾ, പെട്ടിവരവുകൾ പോലുള്ളവയായിരുന്നു അക്കാലത്തെ പ്രധാന മതാനുഷ്ഠാനങ്ങൾ. നമസ്കാരവും നോമ്പുമൊന്നുമില്ലാത്ത വീടുകളിലും റബീഉൽ അവ്വൽ മൗലിദ് പാരായണം നടന്നിരുന്നു. കേരള മുസ്ലിംകൾ അരനൂറ്റാണ്ടും എന്ന് പറഞ്ഞ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ ലേഖന. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ പകത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ വന്നതോടുകൂടെ നിർത്തൽ ചെയ്തു. ഈ വിഷയത്തിൽ മുജാഹിദിന്റെ സഹായം കൂടെ ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. നമുക്ക് നിങ്ങൾ മാല, മൗലൂദ്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ദിക്ർ, ഹൽക്കകൾ ഇതൊക്കെ നിർത്തി എന്നതാണ് പരമാവധി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ സേവനം. അതൊക്കെ അനാചാരമാണ്. ഇത് പറയുന്ന അതേ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളോ തെരുവ് നാടകങ്ങൾ നടത്തുന്നു, നമ്മൾ കാണുന്നതല്ലേ. ഗാനമേളകൾ സംഘടിപ്പിക്കുന്നു, നമ്മൾ കാണുന്നതല്ലേ. 1941 വാർഷികം ജമാഅത്ത് ഇസ്ലാമിയുടെ ശാന്തപുരത്തുള്ള കോളേജിന്റെ 41 വാർഷികം ആഘോഷിച്ചപ്പോൾ അതിനോടനുബന്ധിച്ചിറക്കിയ നോട്ടീസിൽ കലാപരിപാടികൾ എന്ന ഹെഡിങ്ങിൽ തന്നെ കൊടുത്തത് മൈമിംഗ്, ഒപ്പന, ദഫ്മുട്ട്, പരിചമുട്ട്, കോൽക്കളി, ഗാനമേള, പുഷ്പുൾ, മോട്ടോർ മൈം തുടങ്ങി ഒരുപാട് പരിപാടികൾ. അത് അനുകൂലിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി തന്നെ ദിക്ർ, ഹൽക്കകളും മാലയും മൗലൂദുമൊക്കെ അനാചാരമാക്കി ചിത്രീകരിച്ചാലോ? ഞാൻ പറയുന്നു,
അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള പുറകോട്ട് പോക്കാണ്. പോരാ, ഇതെല്ലാം പറഞ്ഞ അവസാനം സത്യമാത്തെ അംഗീകരിച്ച് പാരമ്പര്യമായിട്ട് വന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി മാറ്റുന്ന ദയനീയമായ ചുറ്റുപാട് അതും ജമാഅത്ത് ഇസ്ലാമിൽ നമുക്ക് കാണാം. ഇത് നോക്ക് നിങ്ങൾ, KC അബ്ദുള്ള മൗലവിയുടെ പരലോകം ഖുർആൻ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 141 പേജിൽ പറയുന്നത് ഈസ, ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ജിബ്രീൽ, മീകായിൽ തുടങ്ങിയ മലക്കുകൾ, വദ്, സുആ തുടങ്ങിയ പൂർവികന്മാർ, ബദരീങ്ങൾ, ഉഹുദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹിദ്ദീൻ അഹമ്മദ് റിഫായി തുടങ്ങിയ ഷേഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിക്കുകയാണെന്ന് തോന്നുന്നു. നഊദുബില്ലാ. മുവഹിദീങ്ങളായ നമ്മെ സംബന്ധിച്ച് ഔലിയാക്കന്മാരോട് സഹായം ചോദിച്ച കാരണത്താൽ നമ്മെ സംബന്ധിച്ച് പറയുന്നത് മുശ്രിക്കുകളാണ് എന്നാണ്. നമ്മളൊക്കെ പിഴച്ചുപോയ കക്ഷികളാണ് എന്നാണ്. ഈ കക്ഷികൾ ഇത് വിശ്വാസത്തിലുള്ളതോടൊപ്പം തുറന്നു പറയുകയും കൂടെ ചെയ്യുമ്പോൾ ഇനി അവരുടെ ഓരോന്ന് നാം പരിശോധിച്ചു നോക്കിയാലും അപകടകരമായ ധാരാളം വിശ്വാസങ്ങൾ. തജിദുദോ ഇയ്യ ഏദീൻ എന്ന ഈ ഗ്രന്ഥം വായിക്കാൻ സമയമില്ല. ഇതിൽ പറയുന്നത് ഫാത്തിഹ ഓതുന്നതിന് പോലെയും മൗലയുദും മാലയും സംബന്ധിച്ച് പറയുന്നത് ഫാത്തിഹ കജ പൂജാ പാട്ട് കാജക ഫാത്തിഹ. നോക്ക് നിങ്ങൾ, ഫാത്തിഹ വിളിക്കുന്നത് പൂജാ പാട്ടുകൾക്ക് പകരമാണ് എന്നാണ്. ഇതുപോലെ അവരുടെ തന്നെ മൗദൂദി സാഹിബിന്റെ ഖുതുബാത്തിൽ പറയുന്നത് നിസ്കാരവും നോമ്പ് തുടങ്ങുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സൈനിക പരിശീലനമാണ് എന്നാണ്. നോക്ക് നിങ്ങൾ, അതേപോലെ അള്ളാഹുവിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു കസേരയിരിക്കുകയാണ്, വലത്തെ കയ്യിൽ ആകാശമുണ്ട്, ഇടത്തെ കയ്യിൽ ഭൂമിയുണ്ട് എന്നാണ്. മലക്കുകളെ സംബന്ധിച്ച് മൗദൂദി സാഹിബ് പറഞ്ഞു ദേവന്മാരാണ്. ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞു അങ്ങനെ സാധനം വരാനൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ദജ്ജാലിന്റെ കാര്യത്തിൽ സംശയം. ചിലപ്പോൾ അത് പറയും, ചിലപ്പോൾ ഇത് പറയും, ചിലപ്പോൾ പറയും സിയാദാണ്, ചിലപ്പോൾ പറയും മറ്റേ ആളാണ്. നബി തങ്ങൾക്ക് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ദജ്ജാൽ എന്ന സാധനം വരാനില്ല. മഹ്ദിമാമോ അങ്ങനെ ഒരു സാധനമല്ല. നോക്ക് നിങ്ങൾ, ഇങ്ങനെ തുടങ്ങി അപകടകരമായ ധാരാളം വിശ്വാസങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിൽ ഉണ്ട്. ഇത് വിമർശനത്തിന് വേണ്ടിയോ ആരോപണത്തിന് വേണ്ടിയോ ഞാൻ പറഞ്ഞതല്ല. തെളിവുകൾ വെച്ച് ഉള്ള സമയത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചതാണ്. എല്ലാത്തിന്റെയും അടിയിൽ സംഭവിച്ച അബദ്ധം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ പാരമ്പര്യം കട്ടു ചെയ്ത് ഒരു പുതിയ പദ്ധതിക്ക് മൗദൂദി സാഹിബ് രൂപം കൊടുത്തതാണ്. അതേസമയത്ത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട പദ്ധതിയോ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്ബന ഗഫിർ ലനാ വലിഖവാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പരലോകത്ത് രക്ഷ പ്രാപിക്കുന്ന, സുഖലോക സ്വർഗം പ്രാപിക്കാൻ കഴിയുന്ന അഷ്റഫുൽ ഖൽഖിനെ അംഗീകരിക്കുന്ന സത്യവിശ്വാസികളുടെ ലക്ഷണം, അവരുടെ പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തു തരണം പോരാ, വലിഖവാനിനാ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണം റബ്ബേ. ഏത് സഹോദരങ്ങളാണ്? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, സത്യവിശ്വാസ രംഗത്ത് ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ, അവർക്ക് നീ പുറത്തു കൊടുക്കണം പോരാ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകരുത് റബ്ബേ ഗില്ലൻ ലില്ലദീന ആമനൂ വിശ്വാസ രംഗത്ത് മുൻകഴിഞ്ഞു പോയ ആളുകളുണ്ട്, അവരോടൊരു ചെറിയ വെറുപ്പോ വിമ്മിഷ്ടമോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തയോ തരരുത് റബ്ബേ. ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അപ്പോൾ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ സച്ചിരിതരായ മുഅ്മിനീങ്ങൾ അവരോട് മനസ്സിൽ പോലും എതിർപ്പില്ലാതെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന രംഗത്ത് ആ പൂർവികന്മാരെ പിൻപറ്റണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ പൂർവികരെ പിൻപറ്റുന്നതിന്റെ കടക്ക് കത്തിവെച്ച് പാരമ്പര്യമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാം രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളെ, തെറ്റിദ്ധരിച്ച് ജമാഅത്ത് ഇസ്ലാമിൽ കുടുങ്ങിപ്പോയ സഹോദരങ്ങളെ, വികലമായ വിശ്വാസങ്ങൾ മാറ്റിവെച്ച് പ്രവാചകരെ അംഗീകരിക്കുന്ന സ്വഹാബത്തും അവരെ ബഹുമാനിച്ച താബീങ്ങളും അവരംഗീകരിച്ച തബഉ താബീങ്ങളും അവരെ പിൻപറ്റുന്ന പൂർവ്വകാലത്ത് മുഅ്മിനീങ്ങളും അവർ കാണിച്ചു തന്ന വിശ്വാസ കർമ്മ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് ഗമിക്കാൻ തീരുമാനിച്ചോ, പുതിയതൊക്കെ വലിച്ചെറിഞ്ഞോ, പഴയതിന്റെ പിന്നാലെ കൂടിക്കോ, എങ്കിൽ ഇൻഷാ അല്ലാഹ് പരലോകത്ത് രക്ഷപ്പെടാം, സ്വർഗത്തിൽ നമുക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സത്യമായി
സത്യമായി മനസ്സിലാക്കി പറയാനും കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും സത്യമെന്ന് ബോധ്യപ്പെട്ടത് തെളിവ് സഹിതം മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അത് അംഗീകരിക്കാനും അള്ളാഹു നമുക്ക് തുണ ചെയ്യുമാറാകട്ടെ. സത്യസന്ധതയുടെ ആളുകളോട് ഒന്നിച്ച് സുഖത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.